മസ്റ്റിക് അക്കാദമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇമ്മ്യൂണോളജിയാണ്, ഡിഫറെന്റ് ഫ്രം ബയോകെമിസ്ട്രി. ഇതിൽ നമുക്കറിയാം ഇമ്മ്യൂണോളജി അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ പോർഷൻസ് എത്തുന്ന രീതിയിൽ ക്ലിയർ ചെയ്യാൻ നോക്കാം. സോ ഇമ്മ്യൂണോളജി is a part of science which deals with all the immune system. ഒരു നമ്മുടെ ബോഡിയിൽ ഏതൊരു ആന്റിജനോ അല്ലെങ്കിൽ ഒരു പാത്തജനോ ഏതെങ്കിലും ഒരു മൈക്രോബ് എൻട്രി ചെയ്താൽ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രോസസ്സിനെയും നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് ഇമ്മ്യൂണോളജി എന്ന് പറയുന്നത്. സോ ദ ടേം ഇമ്മ്യൂണിറ്റി has derived from the Latin word immunis, which means to exempt, അതായത് to ഒഴിവാക്കുക എന്നൊരു അർത്ഥം വരുന്ന ഒരു ടേം. Now, there are a variety of cells, molecules and tissues which are involving in this immune response. അവരെല്ലാവരെയും നമ്മൾ collectively പറയുന്ന പേരാണ് immune system, and they collective and coordinated response to any foreign substance or any foreign particle entering the body is called immune response. Now, the main function of the immune system is to prevent the entry of pathogens, and the second function of immune system is to destroy the somehow entered pathogen. ഒരു പാത്തജൻ ആദ്യം തന്നെ എൻട്രി ചെയ്യാതിരിക്കാനുള്ള എല്ലാ മെത്തേഡ്സും അത് ഇനി അഥവാ ഒരു പാത്തജൻ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ അതിനെ കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യാനും ഡിസ്ട്രോയ് ചെയ്യാനുള്ള മെത്തേഡ്സ്. സോ ദ മെയിൻ ഫംഗ്ഷൻ ഇസ് ടു പ്രിവെന്റ് ഓർ ലിമിറ്റ് ഇൻഫെക്ഷൻസ് ബൈ എ പാത്തജനിക് മൈക്രോഓർഗാനിസം വിച്ച് ക്യാൻ ബി എ ബാക്ടീരിയ, വൈറസ് ഓർ എനി അതർ മൈക്രോബ്. നോ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒരു ഇനി ഒരു മൈക്രോബ് നമ്മുടെ ബോഡിയിൽ എൻറ്റർ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ എൻറ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള കുറേ മെക്കാനിസംസ് ഉണ്ട്. അതായത് ഒരു തരത്തിലും മൈക്രോബ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് മെക്കാനിസം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോഡിയിൽ ഒരു മൈക്രോബ് എൻട്രി ചെയ്യാനുള്ള ഏറ്റവും സസെപ്റ്റബിൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ സ്കിന്നാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിലെ സ്കിന്ന് പലപ്പോഴും ഭയങ്കര ഇൻടാക്റ്റ് ആയിരിക്കും, ഒരു മൈക്രോബിനും എൻട്രി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ. ഇത് ഇൻബിൽട്ട് ആയിട്ട് നമ്മുടെ ബോഡിയിലുള്ള ഒരു മെക്കാനിസമാണ്. ഇനി രണ്ടാമത് നമുക്ക് ബോഡിയിൽ മൈക്രോബ് എൻട്രി ചെയ്യാനുള്ള വഴി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ത്രൂ ദ എയർ വി ബ്രീത്ത്. അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുന്ന സമയത്ത് എയർ ഡിസ്പേഴ്സ്ഡ് ആയിട്ടുള്ള മൈക്രോബ്സ് ഒക്കെ എൻട്രി ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമ്മുടെ നേസൽ ക്യാവിറ്റിയിൽ അതുപോലെ തന്നെ നമ്മുടെ ത്രോട്ടിലും ലങ്സിലും ഈ പറയുന്ന എയർ വഴി എൻട്രി ചെയ്ത മൈക്രോബ്സ് ഒക്കെ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സ് നമ്മുടെ ആ ഒരു നീസൽ അല്ലെങ്കിൽ ട്രക്കിൽ ട്രാക്കിലെല്ലാം ഉണ്ട്. മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഇത് ഇസ് ഫുഡ് ദാറ്റ് വി ടേക്ക്. നമ്മൾ ഓറലി ഇൻജസ്റ്റ് ചെയ്യുന്ന ഫുഡിലോ ഡ്രിങ്ക്സിലോ ബാക്കിയുള്ള പാർട്ടിക്കിൾസിലൊക്കെ ഏതെങ്കിലും മൈക്രോബ്സ് ഉണ്ടെങ്കിൽ അവരെയും എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ പാത്വേയിലും മൈക്രോബ്സ് ഉണ്ട്. അപ്പോൾ ഇത് കൂടാതെ ആ പാത്വേസ് കൂടാതെ ആ പാത്വേസിലേക്ക് സെക്രീറ്റ് ചെയ്യുന്ന കുറേ സെക്രീഷൻസ് ഉണ്ട്. ലൈക്ക് നമ്മുടെ ബോഡിയിലെ സ്കിന്നിൽ സെക്രീറ്റ് ചെയ്യുന്ന സെബം, അതുപോലെ തന്നെ നമ്മുടെ മൗത്തിൽ സെക്രീറ്റ് ചെയ്യുന്ന സലൈവ, പിന്നെ ഗാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്കിലും അതുപോലെ തന്നെ ട്രക്കിൽ ട്രാക്കിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മ്യൂക്കസ്, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ ഇൻടാക്റ്റ് ആയിട്ട്, അതായത് ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടിരിക്കുന്ന കുറച്ച് ബാരിയേഴ്സ് ആണ് ദാറ്റ് പ്രിവെന്റ് ദി എൻട്രി ഓർ ലിമിറ്റ് ദി എൻട്രി ഓഫ് മൈക്രോബ്സ് ഇൻ ടു ദ സെൽ. ഇങ്ങനെയുള്ള നമ്മുടെ ബോഡിയിലുള്ള ഇൻടാക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള നമ്മളെന്താ പറയുക ഒരു ഇമ്മ്യൂൺ മെത്തേഡ്സിനെയാണ് നമ്മൾ കളക്റ്റീവ്ലി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ പെടുന്നതാണ് ഈ പറയുന്ന ബാരിയേഴ്സും. അതിൻ്റെ ഒരു പോർഷൻ മാത്രമാണ് ഞാൻ ഈ പറയുന്ന ബാരിയേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ദർ ആർ സർട്ടൻ ഇമ്മ്യൂൺ സെൽസ് വിച്ച് എന്താ പറയുക, അവർ നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് എപ്പോഴെങ്കിലും ഒരു പാത്തജൻ വരുമ്പോൾ ഈ പറയുന്ന പോലെ പാത്തജൻ ആരാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറോ ഒന്നും നോക്കാതെ ഡയറക്റ്റ്ലി ഒരു പാത്തജൻ എൻട്രി ചെയ്യുമ്പോൾ തന്നെ അതിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഇമ്മ്യൂൺ സെൽസ് ഉണ്ട്. ഇവരും ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ പോർഷനാണ്. നൗ ഇത്രയും അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ പ്രത്യേകിച്ച് ഒരു സ്പെസിഫിക് ആൻറ്റിജനെ അല്ലെങ്കിൽ സ്പെസിഫിക് മൈക്രോബിനെ അല്ലെങ്കിൽ സ്പെസിഫിക് ഫോറിൻ സബ്സ്റ്റൻസിനെ എയിം ചെയ്തിട്ടല്ലാതെ നമ്മുടെ ബോഡിയിൽ കയറുന്ന ഏതൊരു പാത്തജനെയും പ്രിവെൻറ്റ് ചെയ്യാനും അതിനെ ഡിസ്ട്രോയ് ചെയ്യാനും ഉള്ള നമ്മുടെ ബോഡിയിലെ ഇമ്മ്യൂൺ മെക്കാനിസത്തിനെ കളക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന്. നൗ ദസ് സെക്കൻഡ് കാറ്റഗറി നോൺ ആസ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. അതായത് നമ്മുടെ ബോഡിയിൽ ഒരു ഫോറിൻ പാത്തജൻ എൻട്രി ചെയ്ത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അതിനെ മാക്സിമം എലിമിനേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് തന്നെ there are certain ഈ വന്ന പാത്തജനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ആ പാത്തജനെ മാത്രം ഡയറക്റ്റ് ചെയ്തിട്ട്
കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടൊരു ഇമ്മ്യൂൺ ഡിഫെൻസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ക്ലീനിങ് ആക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉണ്ട്. ആ സെൽസ് മീഡിയേറ്റ് ചെയ്ത് വരുന്ന ഇമ്മ്യൂണിറ്റീനെയാണ് നമ്മൾ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുക. വിച്ച് മീൻസ് ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റഡ് ആയിരിക്കും. ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പാത്തജനെ മാത്രം ഡയറക്റ്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാവുക. സോ എനി പാത്തജൻ, നമ്മുടെ ബോഡി കയറുന്ന ഏതൊരു പാത്തജനും ഫേസ് ചെയ്യുന്ന രണ്ട് തരത്തിലുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ് നമ്മുടെ ബോഡിയിലുള്ളത്. ഒന്ന് ബോഡിയിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഇമ്മ്യൂൺ മെക്കാനിസംസ്, അതിന് നമ്മൾ ഇനേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നു. ദ സെക്കൻഡ് വൺ ഇസ് ആ ഒരു സ്പെസിഫിക് പാത്തജനെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ്, ആൻഡ് ദാറ്റ് വി കോൾ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. സോ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ്, നമ്മുടെ ബോഡിയിൽ കയറുന്ന ഏതൊരു പാത്തജനും ഫസ്റ്റ് ലൈനായിട്ട് ആദ്യമായിട്ട് നേരിടേണ്ട ഒരു ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിലുള്ള ബാരിയേഴ്സ് ആണ്. ഈ ബാരിയേഴ്സിനെ നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ക്യാൻ ബി ഫിസിക്കൽ ബാരിയേഴ്സ്, കെമിക്കൽ ബാരിയേഴ്സ് ആൻഡ് ബയോളജിക്കൽ ബാരിയേഴ്സ്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും വലിയ എക്സാമ്പിൾ പറഞ്ഞത് നമ്മുടെ സ്കിന്നിലുള്ള എപ്പിത്തീലിയൽ സെൽസിൽ എന്താ പറയുക, ദേ വിൽ ബി ടൈറ്റ് ജംഗ്ഷൻസ് ഉള്ള ഒരു എപ്പിത്തീലിയൽ ലെയറാണ് നമ്മുടെ സ്കിന്നിന് ഫുൾ ഉണ്ടാവുക. അതായത് അതിൻ്റെ ഉള്ളിൽ ഒരു തരത്തിലും മൈക്രോബ്സിന് എൻട്രി ചെയ്യാനുള്ള സ്പേസ് ഇല്ലാത്ത രീതിയിൽ ടൈറ്റ് ജംഗ്ഷൻസ് ആയിരിക്കും എപ്പിത്തീലിയൽ സെൽസിൻ്റെ ഇടയിൽ ഉണ്ടാവുക. സോ ദ എപ്പിത്തീലിയൽ സെൽസ് ഓഫ് ദ സ്കിൻ പ്രൊവൈഡ്സ് ദി ഫസ്റ്റ് ഫിസിക്കൽ ബാരിയർ ടു എനി പാത്തജൻ ദാറ്റ് എൻ്റർ. നമ്മുടെ പുറത്ത് നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ഒരു മൈക്രോബിനും ആക്സസ് ചെയ്യാൻ നമ്മുടെ ഉള്ളിലുള്ള സെൽസ് ആക്സസ് ചെയ്യാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അത്രത്തോളം ടൈറ്റായിട്ട് ഒരു മെക്കാനിക്കൽ ബാരിയർ. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഫ്ലോ. അതായത് നമ്മുടെ ഇൻ കേസ് നമ്മുടെ ബോഡിയിൽ ഒരു പാത്തജൻ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിൽ കയറി കഴിയുമ്പോൾ ആ ബോഡി ഫ്ലൂയിഡ്സ്, അതായത് ബ്ലഡ് പോലുള്ള ബോഡി ഫ്ലൂയിഡ്സ് നമ്മുടെ ടിഷ്യൂലേക്ക് ഡയറക്റ്റ് എൻട്രി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡ് ഒരിക്കലും നമ്മുടെ എല്ലാ ടിഷ്യൂസിനെയും ബാത്ത് ചെയ്ത് പോകുന്നില്ല. ആ ഒരു ബോഡി ഫ്ലൂയിഡ് അല്ലെങ്കിൽ ബ്ലഡ് ഒരു പെർട്ടിക്കുലർ എൻക്ലോസ്ഡ് പാത്വേയിലെ ഡക്റ്റ്, നമ്മൾ ബ്ലഡ് വെസൽ എന്ന് വിളിക്കുന്ന ഒരു എൻക്ലോസ്ഡ് പാത്വേയിൽ ടിഷ്യൂസിന് സെപ്പറേറ്റ് ആയിട്ടാണ് റൺ ചെയ്യുന്നത്. സോ ദാറ്റ് ബ്ലഡ് ബോൺ പാത്തജൻസ് കനോട്ട് ഹാവ് എ ഡയറക്റ്റ് ആക്സസ് ടു ദി സെൽസ്. സോ ദിസ് എക്സ്ട്രാ സെല്ലുലർ ഫ്ലൂയിഡ് ഫ്ലോ also helps to prevent the attachment of microbes directly to the tissues. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫിസിക്കൽ ബാരിയർ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബോഡിയിൽ ഇൻ കേസ് നമ്മുടെ ഈ പറഞ്ഞ പാത്വേസ്, നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ പാത്വേയിലോ അല്ലെങ്കിൽ നമ്മുടെ നേസൽ പാത്വേയിലോ ഏതെങ്കിലും മൈക്രോബ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ആക്ട് ചെയ്യുന്നത് നമ്മുടെ ആ ഒരു പാത്വേസിലുള്ള കുറച്ച് കെമിക്കൽ ഏജൻസ് ആണ്, വിച്ച് ആർ ഓൾസോ ഇൻബിൽഡ് ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറച്ച് കെമിക്കൽസ്. ഒന്ന് ഫാറ്റി ആസിഡ്സ് ആൻഡ് ലാക്റ്റിക് ആസിഡ് ആൻഡ് പി എച്ച്. അതായത് നമ്മുടെ മൗത്തിലും അതുപോലെ നമ്മുടെ പാത്വേസിലും കാണുന്ന ചില ഫാറ്റി ആസിഡ്സിൻ്റെ പ്രസൻസും ചില പി എച്ചിൻ്റെ പ്രസൻസും വിച്ച് ഇൻഹിബിറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ്. അതായത് എൻ്റർ ചെയ്ത മൈക്രോബ്സ് അവിടെ ഒരിക്കലും ഗ്രോ ചെയ്യാതിരിക്കാൻ വേണ്ടി, അവിടെ നിന്നും അവർക്ക് ഗ്രോ ചെയ്യാൻ സർവൈവ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആണെന്നിരിക്കെ ദിൽ ഡൈ ആഫ്റ്റർവേർഡ്സ്. അപ്പം അവർ നമ്മുടെ മൈക്രോബ്സ് ഗ്രോ ചെയ്യാതിരിക്കാനുള്ള കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫാറ്റി ആസിഡ്സ്, ലാക്റ്റിക് ആസിഡ്സ്, അതുപോലത്തെ ഒരു പി എച്ചും. നൗ ദേവ് പ്രോട്ടിയേസസ്, നമ്മുടെ സലൈവയും അതുപോലെ തന്നെ നമ്മുടെ പല പാത്വേസിലും, ഗ്യാസ്ട്രോഇൻറ്റെസ്റ്റിനൽ പാത്വേസിലും നേസൽ പാത്വേസിലും ഒക്കെ ഉള്ള പല സെക്രീഷൻസിലും പ്രോട്ടീസിൻ്റെ കണ്ടന്റ്, അതായത് പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ്. അപ്പോൾ ഈ പ്രോട്ടീൻസ് എന്തെന്ന് വെച്ചാൽ നമ്മൾ എൻട്രി ചെയ്ത പാത്തജൻസിൻ്റെ സെൽ സർഫസ് റിസപ്റ്റേഴ്സ് ഉണ്ടാവും. സെൽ സർഫസിലുള്ള പ്രോട്ടീൻസിനെ ഡിസ്ട്രോയ് ചെയ്തിട്ട് ഹോൾ എന്തെങ്കിലും ഉണ്ടാക്കും, ലൈക്ക് ബാക്ടീരിയൽ സെൽ വോളിലുള്ള ഹോൾസോ അല്ലെങ്കിൽ ബാക്ടീരിയൽ ടോക്സിൻസ് ഉണ്ടാവില്ല, ടോക്സിൻസിനെ ഡീഗ്രേഡ് ചെയ്യുകയോ ചെയ്യും. സോ അങ്ങനെ വരുന്ന പാത്തജൻസിനെ എന്താ പറയുക, പാത്തജനിക് പാർട്ടിക്കിൾസിനോ പാത്തജൻസിനോ ഡിസ്ട്രോയ് ചെയ്ത് ആ ഒരു പാത്തജനെ സർവൈവ് ചെയ്യാതിരിക്കും. നൗ ലൈസോസൈം, നമ്മുടെ സലൈവയിൽ ഉള്ള ലൈസോസൈം പോലെയുള്ള കണ്ടൻസ് എൻട്രി ചെയ്യുന്ന എല്ലാ പാത്തജൻസിനെയും സെൽ വോൾ ബ്രേക്ക് ചെയ്തിട്ട് അവിടെ തന്നെ ലൈസിസും അതിൻ്റെ ഡെത്തും കോസ് ചെയ്യും, സോ ദാറ്റ് ദേ കനോട്ട് ഇൻഫെക്ട് ദ സെൽസ്. ആൻഡ് ഫൈനലി ദർ ആർ സെർട്ടൻ ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സ്. നമ്മുടെ ഈ പറഞ്ഞ പോലെ ഗ്യാസ്ട്രോഇൻറ്റെസ്റ്റിനൽ പാത്വേസിലും അതുപോലെ തന്നെ നേസൽ പാത്വേസിലും പല സെൽസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്മോൾ പെപ്റ്റൈഡ് മോളിക്യൂൾസ് ആണ് ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത്. ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സ് പേര് പറയുന്ന പോലെ ദേ ഹാവ് ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ്. എങ്ങനെയെങ്കിലും ഈ പറയുന്ന മൈക്രോബ്സിൻ്റെ ബോഡിയിൽ ഏതെങ്കിലും തരം ഹോൾ ഉണ്ടാക്കും അല്ലെങ്കിൽ അവരുടെ ബോഡീനെ ഡിസ്ട്രക്ട് ചെയ്യാൻ കഴിവുള്ള ചില പെപ്റ്റൈഡ് മോളിക്യൂൾസ്. അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് ഡിഫെൻസിൻ എന്ന് പറയുന്നത്, വിച്ച് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡ് ഫൗണ്ട് ഇൻ ദ ബോഡി. അപ്പോൾ ഇങ്ങനെയുള്ള ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സും ഈ പറയുന്ന എൻട്രി ചെയ്യുന്ന മൈക്രോബ്സിനെ കംപ്ലീറ്റ്ലി
എന്താ പറയുക ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കും. ആൻഡ് ഫൈനലി ദർ ആർ ബയോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ കാണുന്ന നോർമൽ മൈക്രോഫ്ലോറ. അപ്പോൾ നമ്മുടെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിലും നമ്മുടെ നേസൽ ട്രാക്റ്റിലും അതുപോലെയുള്ള നമ്മുടെ എന്താ പറയുക നമ്മുടെ ലൈനിങ് ഗാസ്ട്രോഇന്റെസ്റ്റിനൽ ലൈനിങ്സിലൊക്കെ ദർ ആർ സർട്ടൻ ഫ്ലോറ, കുറച്ച് എന്താ പറയുക നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മുടെ പാത്വേസിൽ അവർ എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഒരു പാത്തജൻ അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾ എൻറ്റർ ചെയ്യുമ്പോൾ ഈ ഒരു നോർമൽ മൈക്രോഫ്ലോറായിട്ട് കമ്പീറ്റ് ചെയ്യേണ്ടി വരും ഫോർ സ്പേസ്, ഫുഡ് ആൻഡ് അറ്റാച്ച്മെന്റ്. അപ്പോൾ അവർക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു സബ്സ്ട്രേറ്റോ അല്ലെങ്കിൽ അവർക്ക് ഗ്രോ ചെയ്യാനുള്ള സർവൈവ് ചെയ്യാനുള്ള ഫുഡോ പാർട്ടിക്കിൾസോ ഒന്നും നമ്മുടെ ബോഡിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മൈക്രോഫ്ലോറ കൊടുക്കുന്നില്ല. അങ്ങനെ മൈക്രോഫ്ലോറയുടെ പ്രസൻസ് നല്ലോണം ഉണ്ടെങ്കിലും ഈ പറയുന്ന മൈക്രോബ്സിനെ അറ്റാച്ച് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ബോഡിയിലുള്ള മൈക്രോബയോട്ടയിൽ ലാക്ടോബസില്ലസ് ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ കേർഡ് പോലെയുള്ള പ്രോബയോട്ടിക്സ് നന്നായിട്ട് കഴിക്കണം എന്ന് പറയാം. സോ വെൻ വി ടേക്ക് പ്രോബയോട്ടിക്സ് മോർ, ഈ പറയുന്ന നമ്മുടെ ബോഡിയിലുള്ള ഈ മൈക്രോഫ്ലോറ കൂടുതലായിട്ട് ഫ്ലറിഷ് ചെയ്യും. അങ്ങനെ നമ്മുടെ ഇന്നർ ലൈൻസിൽ മൈക്രോഫ്ലോറ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള മൈക്രോഫ്ലോറ ഫ്ലറിഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പുറത്തുനിന്നുള്ള പാത്തജൻസ് നമുക്ക് ബോഡിയിലേക്ക് ആക്സസ് കിട്ടാൻ പാടായിരിക്കും. ഓക്കെ, നോ ദീസ് 3 kind of barriers can be found in skin, mouth, stomach, small intestine, large intestine, airways, urinogenital tract, salivary tract and mammary glands. അപ്പോൾ നമ്മുടെ ബോഡിയിൽ മൈക്രോബ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്ലേസസിലും നമുക്ക് ഈ പറയുന്ന ബയോളജിക്കൽ ബാരിയേഴ്സ് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സ്കിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സും പിന്നെ നമ്മുടെ ഫാറ്റി ആസിഡ്സിൽ നിന്ന് നമ്മുടെ സെബം, നമ്മുടെ വേർപ്പിൽ സെബത്തിൻ്റെ ഫാറ്റി ആസിഡിൻ്റെ കണ്ടൻറ്റും ഉണ്ടാവും, വിച്ച് ക്യാൻ കിൽ ഓർ ഡിസ്ട്രോയ് ദി ബാക്ടീരിയ ഓർ മൈക്രോബ്സ്. അതുപോലെ തന്നെ മൗത്തിലും അലിമെന്ററി കനാലിലും ഞാൻ പറഞ്ഞു നമ്മുടെ സലൈവയിൽ കാണുന്ന എൻസൈംസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മൗത്തിലും ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സ് ഉണ്ടാവും, വിച്ച് ക്യാൻ ഡിസ്ട്രോയ് ദി സെൽസ്. ആൻഡ് സ്റ്റൊമക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലോ pH ഉണ്ടാവും ഓൾവേസ്, വിച്ച് പ്രിവെൻറ്റ്സ് ദ ഗ്രോത്ത് ഓഫ് ബാക്ടീരിയ. പിന്നെ ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടാവും ലൈക്ക് proteases which can which can digest the bacterial or the microbial peptides. പിന്നെ ബൈൽ സോൾട്സും അതുപോലെ തന്നെ ആൻറ്റിമൈക്രോബിയൽ പെപ്റ്റൈഡ്സ് നമ്മുടെ സ്റ്റൊമക്കിലും ഉണ്ടാവും. നൗ ഫ്ലൂയിഡ് ഫ്ലോ ടുവേർഡ്സ് ഇൻഡസ്റ്റൈൻ. നമ്മുടെ ഗട്ടിൽ എപ്പോഴും ഒരു പെരിസ്റ്റാൾസിസ് മൂവ്മെന്റ് ഉണ്ടാവും എന്ന് കേട്ടിട്ടുണ്ടോ? ലൈക്ക് ചേണിങ് മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ. അപ്പം അങ്ങനെ നമ്മുടെ ആ ഫ്ലൂയിഡ് എപ്പോഴും റൊട്ടേറ്റ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്നത് കൊണ്ടും ഈ പറയുന്ന മൈക്രോബ്സിന് പെട്ടെന്ന് ഒരു ആക്സസ് പോയിന്റ് കിട്ടില്ല, സെൽസിലേക്ക് ആക്സസ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും ഡ്യൂ ടു ദിസ് കണ്ടിന്യൂസ് ഫ്ലൂയിഡ് ഫ്ലോ. സ്മോൾ ഇൻഡസ്റ്റൈനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോബയോട്ട ഉണ്ടാവും, പിന്നെ ഒരുപാട് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഡൈജഷനും അബ്സോർപ്ഷൻ നടക്കുന്ന ഇൻഡസ്റ്റൈനിലല്ലേ. അവിടെയും ആൻറ്റി മൈക്രോബിയൽ പെപ്റ്റൈഡ്സിൻ്റെ പ്രസൻസ് ഉണ്ടാവും. ലാർജ് ഇൻഡസ്റ്റൈനിൽ നമ്മുടെ ഇൻഡസ്ട്രിയൽ മൈക്രോഫ്ലോറ, ഏറ്റവും കൂടുതൽ മൈക്രോഫ്ലോറ അല്ലെങ്കിൽ നമ്മുടെ ബയോളജിക്കൽ ബാരിയേഴ്സ് കാണുന്ന ലാർജ് ഇൻഡസ്റ്റൈനിലാണ്. അപ്പോൾ അവർ ഈ പറയുന്ന എക്സ്റ്റേണലി വരുന്ന മൈക്രോബ്സുമായിട്ട് കമ്പീറ്റ് ചെയ്യും, സോ ദാറ്റ് ദേ ക്യാനോട്ട് ഗെറ്റ് ആക്സസ് ടു ദി ഇന്നർ ലൈനിങ്ങിൽ ഇൻഡസ്റ്റൈനൽ ലെയർ ഉണ്ട്, ലൈനിങ്ങിലേക്ക് അറ്റാച്ച്മെന്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ കമ്പീറ്റ് ചെയ്യും. നമ്മൾ എയർ ബ്രീത്ത് ചെയ്തെടുക്കുമ്പോൾ ലങ്സിലും എയർവേസിലുള്ള സീലിയ, നമ്മുടെ നോസിൽ തന്നെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലങ്സിലെ എയർവേസിലും ഒക്കെയുള്ള സീലിയ ഈ പറയുന്ന മൈക്രോബ്സിനെയൊക്കെ ട്രാപ്പ് ചെയ്തിട്ട് അവരെ പുറത്തു വെള്ളം നോക്കും. അങ്ങനെയുള്ളൊരു മെക്കാനിസമാണ് ഈവൻ നമ്മുടെ സ്നീസിങ് പോലും. ഏതെങ്കിലും മൈക്രോബ്സ് ഉള്ളിലെത്തുമ്പോൾ നമ്മുടെ നോസിൻ്റെ ഉള്ളിലുള്ള ഹെയർസും അവർ ഫോറിൻ പാർട്ടിക്കിൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ ഉടനെ നമുക്ക് സ്നീസിങ് ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. സോ നമ്മൾ ആ സ്നീസ് ചെയ്യുന്ന സമയത്ത് ഈ എൻറ്റർ ചെയ്ത മൈക്രോബ്സ് അതേ സ്പീഡിൽ പുറത്തു പോകും. സോ ദ സീലിയ വിച്ച് ലുക്ക് ദ മ്യൂക്കസ് ഔട്ട്വേർഡ്സ്, കഫിങ്, സ്നീസിങ് ആൻഡ് എക്സൽ ദ മ്യൂക്കസ്. അതുപോലെ തന്നെ ലങ്സിൽ കുറച്ച് മാക്രോഫേജസ് ഉണ്ട്, നമ്മളതിനെ അൽവിയോള മാക്രോഫേജസ് എന്ന് പറയും. മാക്രോഫേജസ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളിനി സംസാരിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മളിനി ഡീൽ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ്. മാക്രോഫേജസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ഇമ്മ്യൂൺ സെൽസ് ആണ്, വിച്ച് ക്യാൻ ഫാഗോസൈറ്റോസ് ദി ഫോറിൻ പാർട്ടിക്കിൾസ്. അതായത് ഏതെങ്കിലും ഒരു ഫോറിൻ പാർട്ടിക്കിൾ അല്ലെങ്കിൽ ആൻറ്റിജൻ അല്ലെങ്കിൽ മൈക്രോബിനെ കാണുകയാണെങ്കിൽ അതിനെ അമീബ പിടിക്കുന്ന പോലെ തന്നെ ഇതിനെ ആ ഫോറിൻ പാർട്ടിക്കിളിനെ എൻഗൾഫ് ചെയ്ത് അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ക്യാപ്പബിൾ ആയിട്ടുള്ള ഒരു സെല്ലാണ് മാക്രോഫേജ് എന്ന് പറയുന്നത്. അതുപോലെ ലങ്സിൽ കാണുന്ന മാക്രോഫേജസിനെ നമ്മൾ അൽവിയോളാർ മാക്രോഫേജസ് എന്ന് പറയുക. അപ്പോൾ ഈ അൽവിയോളാർ മാക്രോഫേജസും ഈ പറയുന്ന വരുന്ന പാത്തോജൻസിനെല്ലാം
ഡൈജസ്റ്റീവ്. അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞ ഇതെല്ലാം ബയോളജിക്കൽ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ ബാരിയേഴ്സ് അല്ലേ. ഈ മാക്രോഫേജസ് എന്ന് പറയുന്നതാണ് സെൽ മീഡിയേറ്റഡ് ബാരിയേഴ്സ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ, അതായത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഫിസിക്കൽ, മെക്കാനിക്കൽ, ബയോളജിക്കൽ ബാരിയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഒരു റോള് ചെയ്യുന്നത് ഇമ്മ്യൂൺ സെൽസ് ആണ്. അങ്ങനെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ചെയ്യുന്ന ഒരു ബ്ലഡ് സെല്ലാണ് ഈ മൈക്രോഫേജ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ഇമ്മ്യൂൺ സെൽസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതായിരിക്കും. യൂറിനോജെനിറ്റൽ ട്രാക്റ്റിലും ഞാൻ പറഞ്ഞ യൂറിനും മ്യൂക്കസും ഉണ്ടാവും, ലോ pH ഉണ്ടാവും, അതിൻ്റെ മൈക്രോബിയൽ പെപ്റ്റൈഡ്സ് ഉണ്ടാവും, ആൻഡ് ദർ വിൽ ബി പ്രോട്ടീൻസ് വിച്ച് ക്യാൻ നെഗറ്റീവ്ലി അഫക്ട് ദി മൈക്രോബ്സ്. പിന്നെ ഈ പറയുന്ന സലൈവറി ഗ്ലാൻസും ലാക്രിമൽ ഗ്ലാൻസും മാമറി ഗ്ലാൻസും ഇവരുടെ എല്ലാ സെക്രീഷൻസിലും ആൻറ്റിമൈക്രോബിയൽ പെപ്റ്റൈഡ്സും ആൻറ്റിമൈക്രോബിയൽ പ്രോട്ടീൻസും ഉണ്ടാവും. So any particle or any foreign particle or any microbe that enters the body will first have to face this first line of defense. നമ്മുടെ ബോഡിയിലുള്ള ഈ ബാരിയേഴ്സ് ഫസ്റ്റ് കടന്നാലേ നമ്മുടെ ബോഡിയിലേക്ക് ആക്സസ് കിട്ടുള്ളൂ. അപ്പോൾ നേരത്തെ കാണിച്ച പോലെ ഓൾമോസ്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന ഒരു ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് മൈക്രോബ്സിനെ ഈ ഒരു ബാരിയേഴ്സ് മാത്രം തടുക്കും. ഏകദേശം അതിൽ നിന്ന് തന്നെ ഈ ബാരിയേഴ്സ് തന്നെ ഏകദേശം ഒരു 10% ഓഫ് നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യാൻ ചാൻസ് ഉള്ള മൈക്രോബ്സിൻ്റെ 10% തന്നെ ഈ ഒരു ഫിസിക്കൽ ബാരിയേഴ്സ്, ഫിസിക്കൽ, ബയോളജിക്കൽ, കെമിക്കൽ ബാരിയേഴ്സ് തന്നെ റിമൂവ് ചെയ്യുന്നുണ്ട്. ബാക്കി അതും കഴിഞ്ഞ് എൻ്റർ ചെയ്യുന്ന സെൽസിനെയാണ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ കണ്ടന്റ് ആയിട്ടുള്ള ബ്ലഡ് സെൽസ്, അതായത് നമ്മൾ ല്യൂക്കോസൈറ്റ്സ് അല്ലെങ്കിൽ WBC എന്ന് വിളിക്കുന്ന ബ്ലഡ് സെൽസ് ഡീൽ ചെയ്യുന്നത്. ബാക്കിയുള്ളവരെ ഇമ്മ്യൂണിറ്റിയുടെ ഒരു രണ്ടാമത്തെ ഒരു പാർട്ടായ ബ്ലഡ് സെൽസ് ആയിരിക്കും പിന്നീട് ഡീൽ ചെയ്യാം. അവിടുന്ന് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും ഒരു റെസ്പോൺസ് കഴിഞ്ഞ് അതും സർവൈവ് ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ടെങ്കിൽ ആണ് ഈ പറയുന്ന അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം ആ ഒരു സ്പെസിഫിക് ബാക്ടീരിയനെ ടാർഗറ്റ് ചെയ്തിട്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. Okay, so these are the physical, chemical and biological barriers that any microbe or pathogen or foreign particle faces when it enters a human body. Now, ഇനി സെക്കൻഡ് ലൈൻ ഓഫ്, അല്ലെങ്കിൽ സെക്കൻഡ് ലൈൻ എന്ന് പറഞ്ഞുള്ള ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് തന്നെ ഈ ഫിസിക്കൽ ബാരിയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു സെക്കൻഡ് പാർട്ട് ഓഫ് നമ്മുടെ ബോഡിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സെൽസ് ആണ്. ലൈക്ക് ന്യൂട്രോഫിൽ, നാച്ചുറൽ കില്ലർ സെൽ, മോണോസൈറ്റ്, ഡെൻഡ്രൈറ്റിക് സെൽ, ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാക്രോഫേജസ്, പിന്നെ ഈ ന്യൂട്രോഫിൽസിൻ്റെ തന്നെ എന്താ പറയുക അതുപോലെ തന്നെ സെൽസ് ആയ ബേസോഫിൽ, ഈസ്നോഫിൽ, മാസ് സെൽ, അങ്ങനെ ദർ ആർ എ ഗ്രൂപ്പ് ഓഫ് സെൽസ് വിച്ച് ഡീൽസ് വിത്ത് ദി പാത്തജൻസ്. ഇവരെയും ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സെൽസും പ്രത്യേകിച്ച് ടാർഗറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പാത്തജനെ ടാർഗറ്റ് ചെയ്തിട്ടല്ല അവരുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കുന്നത്. അതായത് എൻട്രി ചെയ്യുന്ന പാത്തജൻ ആരാണോ എന്താണോ നോക്കില്ല. എവറി പാത്തജൻ ദാറ്റ് എൻറ്റേഴ്സ് എ ബോഡി വിൽ ഹാവ് ടു ഫേസ് ദീസ് സെൽസ്. അപ്പോൾ ഈ സെൽസ് അവരെല്ലാം ഈ പറയുന്ന പാത്തജനെ ഒന്നെങ്കിൽ ഫൈഗോസൈറ്റൈസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യാനോ ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുമല്ല എന്നുണ്ടെങ്കിൽ ഈ പാത്തജനെ നേരെ നമ്മുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് കാണിച്ചു കൊടുക്കും, ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ട്, ജസ്റ്റ് കിൽ ദം എന്ന് പറയുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്യും. സോ ദേ ക്യാൻ ഫാഗോസൈറ്റോസ് ദി മോളിക്യൂൾസ്, then they can produce acute phase response. Acute എന്ന് വെച്ചാൽ വളരെ ഷോർട്ട് പീരീഡിലുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ്. And they can produce cytokines, chemokines, prostaglandins, and can cause fever and inflammation, all which can induce further immune responses. അപ്പോൾ ഈ സൈറ്റോകൈൻസും കെമോകൈൻസും പ്രോസ്റ്റാഗ്ലാൻഡിൻസും എന്ന് പറഞ്ഞാൽ ഫാറ്റി ആസിഡ് ആണ്, ബട്ട് ദർ ഓൾസോ ഇത് മൂന്നും എന്ന് പറയുന്ന ഹൈറ്റൻഡ് ആയിട്ട് ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്താ പറയുക കെമിക്കൽ കമ്മ്യൂണിക്കേഷൻ സിഗ്നൽസ് ആണ്. സോ ഈ ഒരു കെമോകൈൻസും സൈറ്റോകൈൻസും ഉണ്ടെങ്കിൽ they can induce the adaptive immunity to produce a stronger immune response. കൂടുതൽ ഇൻഫ്ലമേഷനും കൂടുതലായിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സിഗ്നൽ ചെയ്യുന്ന കുറച്ച് കെമിക്കൽസ് ആണ് കെമോകൈൻസും സൈറ്റോകൈൻസും പ്രോസ്റ്റാഗ്ലാൻഡിൻസ് എന്നൊക്കെ പറയുന്നത്. ആൻഡ് ദെൻ ക്യാൻ അതുപോലെ തന്നെ ദേ ക്യാൻ ക്രിയേറ്റ് ഇൻഫ്ലമേഷൻ. ഒരു എവിടെയെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കിയിട്ട് അവിടെ ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാനും ബാക്കിയുള്ള ഇമ്മ്യൂൺ സെൽസിനെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യാനും ഈ സെൽസിന് പറ്റും. ആൻഡ് ഓൾസോ സൈറ്റോടോക്സിസിറ്റി, അതായത് വന്ന സെൽസിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യാനും ഈ പറയുന്ന ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസിന് പറ്റും. സോ വാട്ട് ഈസ് ഇൻഫ്ലമേഷൻ? ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ബോഡിയിൽ എവിടെയെങ്കിലും ഒരു ആൻറ്റിജൻ, ഇപ്പോൾ ലൈക്ക് എപ്പിത്തീലിയൽ സെല്ലിൻ്റെ ഈ ഒരു പോർഷനിൽ ഒരു ആൻറ്റിജൻ കയറിയെന്ന് വെച്ചാൽ
അതായത് സെല്ലിന്റെ തൊട്ട് താഴെ സ്കിന്നിന്റെ അടിയിലായിട്ട് ഈ പറയുന്ന സെൽസ്, അതായത് നമ്മുടെ ന്യൂട്രോഫിൽസും ഡെൻഡ്രൈറ്റിക് സെൽസും മാക്രോഫേജസും ഒക്കെ ഫസ്റ്റ് ഈ ആ ഒരു ഇൻഫ്ലമേഷൻ സൈറ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ ലൈക്ക് നമ്മുടെ എപ്പിത്തീലിയൽ സെൽ, ഇതൊരു സ്കിന്നിന്റെ എപ്പിത്തീലിയൽ ലെയർ ആണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ബാക്ടീരിയ ഉണ്ടെന്ന് വെച്ചാണ് ഫസ്റ്റ് എത്തുന്ന അവിടെ മാക്രോഫേജസ് ആയിരിക്കും. ഈ മാക്രോഫേജസ് എത്തും. മാക്രോഫേജസ് എത്തിക്കഴിഞ്ഞാൽ മാക്രോഫേജ് അതിനെ ഈ പറയുന്ന ബാക്ടീരിയനെല്ലാം ഡൈജസ്റ്റ് ചെയ്യാൻ നോക്കും. നമുക്കറിയാം ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ റീപ്രൊഡക്റ്റീവ് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു മൈക്രോബാണ്. മിക്ക മൈക്രോബ്സ് അങ്ങനെയാണ്. അപ്പോൾ അവർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഉടനായിട്ട് എന്തായാലും റെപ്ലിക്കേറ്റ് ചെയ്ത് വലിയൊരു പോപ്പുലേഷൻ ആയിട്ടുണ്ടാവും. സോ ഒരുപാട് മാക്രോഫേജസ് വരും. മാക്രോഫേജസ് വന്നു കഴിഞ്ഞാൽ ഈ മാക്രോഫേജസ് ഈ പറഞ്ഞ പോലെ സൈറ്റോകൈൻസും കീമോകൈൻസും പ്രോസ്റ്റോഗ്ലാൻഡിൻസ് പോലെയുള്ള കെമിക്കൽസ് റിലീസ് ചെയ്യും. കെമിക്കൽസ് റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് വെസലിൽ കൂടെ വീണ്ടും കൂടുതലായിട്ട് ഈ പറയുന്ന ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ സെൽസ്, നമ്മുടെ ല്യൂക്കോസൈറ്റ്സ്, നമ്മളതിനെ WBC എന്ന് വിളിക്കുന്ന നമ്മുടെ ല്യൂക്കോസൈറ്റ്സ് കൂടുതലായിട്ട് വരാൻ തുടങ്ങും. അപ്പൊ സെൽസിന്റെ പോപ്പുലേഷൻ അവിടെ കൂടുന്നതനുസരിച്ച് ആക്ച്വലി ബാക്ടീരിയ കയറുമ്പോൾ ഇങ്ങനെ ഇരുന്ന സെൽസ് പിന്നീട് അവിടെ ആ ഒരു കൂടുതലായിട്ട് സെൽസ് വരുന്നതനുസരിച്ച് അവിടെ ഒരു ബൾജിങ് പോലെയോ, അതുകൊണ്ടാണ് എവിടെയെങ്കിലും ഇൻഫ്ലമേഷൻ വരുന്ന ചെറുതായിട്ടൊന്ന് എന്താ പറയുക പൊന്തി വരുന്നത്. കാരണം കൂടുതൽ സെൽസ് റിക്രൂട്ടഡ് ആവുന്നുണ്ടല്ലോ. ഇനി കൂടുതൽ സെൽസ് റിക്രൂട്ട് ആവാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. അപ്പോൾ കൂടുതൽ ബ്ലഡ് ഫ്ലോ ഉണ്ടാകുമ്പോൾ ആ ഇൻഫ്ലെയിംഡ് ഏരിയ നമുക്ക് ഏകദേശം ഒരു റെഡ് കളറിൽ നമുക്ക് എന്താ പറയുക അവിടെ ഒരു റെഡിഷ് കളർ ആവും നമ്മുടെ നീര് വന്ന പൊസിഷൻ എന്ന് പറയുന്നത്. ഇനി കൂടുതലായിട്ട് ഇങ്ങനെ സെൽസും ബ്ലഡ് വെസൽസ് ഒക്കെ വരുന്ന സമയത്ത് ഇവിടുന്ന് ന്യൂറോൺ സെൽസ് ഉണ്ടാവുമല്ലോ, നെർവെൻഡിങ്സ് ഉണ്ടാവും. ഈ ഒരു പല പൊസിഷനിലും നമ്മുടെ ന്യൂറോണിന്റെ നെർവെൻഡിങ്സ് ഉണ്ടാവും. അപ്പോൾ കൂടുതലായിട്ട് ന്യൂറോൺസിന്റെ നെർവെൻഡിങ്സ് പല സ്ഥലത്തും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ കൂടുതലായിട്ട് സെൽസ്, കൂടുതലായിട്ട് ബ്ലഡും എല്ലാം കൂടെ അങ്ങോട്ട് വരുന്ന സമയത്ത് എന്താ വെച്ചാൽ ബ്ലഡ് ഫ്ലോയും എല്ലാം കൂടെ വരുന്ന സമയത്ത് ഈ ഒരു നെർവെൻഡിങ്സ് ഭയങ്കരമായിട്ട് പ്രഷർ ഫീൽ ചെയ്യും. ഈ പ്രഷർ ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് അവിടെ പിന്നെ പെയിൻ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ ചെറിയൊരു ചൂടും ഉണ്ടാവും, ഒരു സ്മോൾ ഹീറ്റും ഉണ്ടാവും ഇൻഫ്ലമേഷന്റെ. അപ്പൊ ഈ ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അതായത് നമ്മൾ ബോഡിയിൽ എൻറ്റർ ചെയ്ത ഈ പറയുന്ന പാത്തോജനെ എതിരായിട്ട് നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി റെസ്പോൺസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. സോ കൂടുതലും മാക്രോഫേജസ് വരും, പിന്നെ NK സെൽസ് വരും. പിന്നെ അത് കഴിഞ്ഞ് ഇവർ അത്യാവശ്യം സെൽസിനെ എല്ലാം ക്ലീനപ്പ് ചെയ്ത് ബാക്കിയുള്ള സെൽസ് വീണ്ടും അല്ലെങ്കിൽ ഇവരെ കൊണ്ട് പറ്റില്ല എന്നോ അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ദേ വിൽ ഗിവ് ഇൻഫർമേഷൻ ടു ദി അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം. അവിടെ ആണ് ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം കയറി വരുന്നത്. സോ ഈ പറയുന്ന മാക്രോഫേജസും ഡെൻഡ്രൈറ്റിക് സെൽസും എല്ലാം ഈ വന്ന പാത്തോജന്റെ ഇൻഫർമേഷൻ എടുത്തുകൊണ്ട് ആ പാത്തോജൻ ആരാണ് എന്നുള്ള ഇൻഫർമേഷൻ ക്യാരി ചെയ്യും, നേരെ ഈ പറയുന്ന നമ്മുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകും. ഇനി അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലെ മീഡിയേറ്റേഴ്സ് എന്ന് പറയുന്നത്, അല്ല അവിടുത്തെ ആളുകൾ എന്ന് പറയുന്നത് രണ്ട് സെൽസ് ആണ്, കോൾഡ് B സെൽ ആൻഡ് T സെൽ. നമ്മളതിനെ B ലിംഫോസൈറ്റ് അല്ലെങ്കിൽ T ലിംഫോസൈറ്റ് എന്ന് പറയുന്നു. അപ്പോൾ ഈ B സെൽസും T സെൽസും ബാക്കിയുള്ള ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ സെൽസ് പോലെയല്ല, ദേ ആർ സ്പെസിഫിക് എന്താ പറയുക സ്പെസിഫിക് ആന്റിജൻ ഡയറക്റ്റഡ്. അതായത് നമ്മൾ എൻറ്റർ ചെയ്ത ഒരു പെർട്ടിക്കുലർ പാത്തജനെ ഡയറക്റ്റ് ചെയ്ത് ആ പാത്തജനെ മാത്രം ഡയറക്റ്റ് ചെയ്ത് പ്രൊഡ്യൂസ് എന്താ പറയുക ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കുന്ന സെൽസാണ് B സെൽസും T സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ വന്ന പാത്തജനെ ഐഡന്റിഫൈ ചെയ്ത് അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്ത് മോളിക്യൂൾസിനെയാണ് ഇവർ ഇമ്മ്യൂൺ റെസ്പോൺസിന് വേണ്ടി അയക്കുന്നത്. ആൻഡ് ദാറ്റ്സ് വൈ ദ ടേം അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി. ഈ ചില ടെക്സ്റ്റ് ബുക്സിൽ ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിനെ തന്നെയാണ് അക്യൂർഡ് ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നത്. രണ്ടും ഉദ്ദേശിക്കുന്ന സെയിം ഐഡിയ ആണ്. ബട്ട് ദ ടേം അഡാപ്റ്റീവ് ഈസ് മോർ കോമൺലി യൂസ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ടുള്ള ടേം അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. നൗ ഈ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയിലെ B സെൽസ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ദേ പ്രൊഡ്യൂസ് plasma cells capable of producing molecules called antibodies. ഈ ആന്റിബോഡീസ് എന്ന് പറയുന്നത് വന്ന ആന്റിജനെ റെക്കഗ്നൈസ് ചെയ്യുന്ന, അതുമായിട്ട് ബൈൻഡ് ചെയ്യാൻ കഴിവുള്ള കുറച്ച് മോളിക്യൂൾസ് ആണ് ആന്റിബോഡീസ് എന്ന് പറയുന്നത്. ആന്റിബോഡീസ് പോയി അറ്റാച്ച് ചെയ്ത് ആന്റിബോഡീസ് അതിനെ അറ്റാച്ച് ചെയ്ത് അതിനെ കാണിച്ചു കൊടുക്കും, ഓക്കെ ദിസ് ഇസ് എ പാത്തജൻ. അങ്ങനെ ആന്റിബോഡി അറ്റാച്ച് ചെയ്ത് ആന്റിബോഡി ഈ പറയുന്ന പാത്തജൻസിനെ മാർക്ക് ചെയ്യും. നമ്മൾ അതിനെ ഒപ്സണൈസേഷൻ എന്ന് പറയും. വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് ലേറ്റർ.
അങ്ങനെ ആന്റിജൻസ് പ്രൊഡ്യൂസ് ചെയ്ത് ഈ പാത്തജനെ ഫൈറ്റ് ചെയ്യാൻ ആന്റിജൻസ് പ്രൊഡ്യൂസ് ചെയ്യും. ഏതാ? ബി സെൽസ്. ടി സെൽസ് എന്ന് പറയുന്ന പാത്തജന്റെ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ടി സെൽസ് മെച്യൂർ ചെയ്ത് സൈറ്റോടോക്സിക് ടി സെൽസ് ആയിട്ട് മാറും. ഈ സൈറ്റോടോക്സിക് ടി സെൽസിന്റെ ഉള്ളിൽ കണ്ടെയ്ൻസ് സെർട്ടൻ എൻസൈംസ് ദാറ്റ് കൻ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ദ പാത്തജൻ. അപ്പോൾ ടി സെൽസ് പിന്നീട് ഈ പറയുന്ന ഇൻഫെക്റ്റഡ് സൈറ്റിലേക്ക് പോകും. അവിടെ നിന്ന് ഈ സൈറ്റോടോക്സിക് ടി സെല്ലിന്റെ കണ്ടൻസ് റിലീസ് ചെയ്യും, പറയുന്ന പാത്തജനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യും. സോ ഹിയർ adaptive immunity or adaptive immune response comes in. ഇനി നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയും തമ്മിൽ കുറേ ഡിഫറൻസസ് ഉണ്ട്. അതിൽ ഏറ്റവും വലിയ ഡിഫറൻസ് വരുന്നത് ടൈമിലാണ്. അതായത് ഈ ഇന്നേറ്റ് ഇമ്മ്യൂൺ എന്ന് പറയുന്നത് വളരെ റാപ്പിഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അതായത് വരുന്ന ആൻറ്റിജൻ ഏതാണ് എങ്ങനെയാണ് എന്നുള്ള ഐഡന്റിഫിക്കേഷനോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രിപ്പറേഷനോ ഒന്നും ഇമ്മ്യൂൺ സിസ്റ്റം, നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ മെമ്പേഴ്സ് നോക്കുന്നില്ല. ഇതിൽ ഡയറക്ട്ലി അറ്റാക്ക് ദി ഇൻവേഡിങ് പാത്തജൻ. അപ്പോൾ അവർ കുറച്ചുകൂടെ റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കണം. അതേസമയം അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന അല്ലെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ മീഡിയേറ്റേഴ്സ് ഡയറക്ട്ലി പോയി ഈ പറയുന്ന സെൽസിനെ അറ്റാച്ച് ചെയ്യില്ല. പകരം ദേ വിൽ വെയിറ്റ് ഫോർ ദി മെമ്പേഴ്സ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ടു ബ്രിങ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പാത്തജൻ. എൻട്രി ചെയ്ത പാത്തജന്റെ ഇൻഫർമേഷൻ ഈ പറയുന്ന ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ സെൽസ് കൊണ്ടുവരാൻ വേണ്ടി കാത്തിരിക്കും. അങ്ങനെ കൊണ്ടുവന്ന് ആ ഇൻഫർമേഷൻ ബേസ് ചെയ്തിട്ട് ആ പെർട്ടിക്കുലർ പാത്തജനെ ഡയറക്റ്റ് ചെയ്തിട്ട് ഉള്ള സെൽസിനെ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 4 to 10 days വരെ ഒരു സമയമെടുക്കും. സോ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി കുറച്ചുകൂടെ സ്ലോവർ ആണ് വെൻ കമ്പയർഡ് ടു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. പിന്നെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഒരു പാത്തജൻ വന്നു, അതിനെ ഫൈറ്റ് ചെയ്തു, കൊന്നു, ഓക്കെ, അവരുടെ പരിപാടി കഴിഞ്ഞു. ദേ നെവർ കീപ് എനി ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ഇൻവേറ്റഡ് പാത്തജൻ. അടുത്തൊരു പാത്തജൻ വന്നാൽ ഇത് മുന്നേ വന്നതാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനോ റെക്കഗ്നൈസ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമോ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്ക് ഇല്ല. സോ ദിൽ ഫൈറ്റ് ദ പാത്തജൻ ആസ് ഇറ്റ് ഈസ്. നേരത്തെ എങ്ങനെയാണോ ഫൈറ്റ് ചെയ്തത് അതുപോലെ ഫൈറ്റ് ചെയ്യും. ബട്ട് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ സമയത്ത് ഇപ്പോൾ വൺസ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ഒരു പെർട്ടിക്കുലർ പാത്തജനെ ഡയറക്റ്റ് ചെയ്ത് ഇമ്മ്യൂൺ റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഇവർ ഒരു ടൈപ്പ് ഓഫ് സെൽസും കൂടെ പ്രൊഡ്യൂസ് ചെയ്യും, നോൺ ആസ് മെമ്മറി സെൽസ്. മെമ്മറി സെൽസ് പ്രൊഡ്യൂസ് ചെയ്ത് അവർ എടുത്തു വെച്ചിരിക്കും. സോ പിന്നീട് സെയിം ആൻറ്റിജൻ അല്ലെങ്കിൽ സെയിം പാത്തജൻ നമ്മുടെ ബോഡിയിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ ഈ മെമ്മറി സെൽസ് ആക്ടിവേറ്റഡ് ആവും. ഇവനെ എനിക്കറിയാം, ഇൻഫർമേഷൻ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയും. സോ ദേ ക്യാൻ പ്രൊഡ്യൂസ് അന്ന് ആ പാത്തജനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ഏത് ടൈപ്പ് ഓഫ് ഡിഫൻസ് ആണോ അവരെടുത്തത് അതേ ഡിഫൻസ് കുറച്ചുകൂടെ റാപ്പിഡായിട്ട് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ സെക്കൻഡ് ടൈം പറ്റും. സോ വെൻ ദി ആൻറ്റിജൻ എൻറ്റേഴ്സ് ഓർ ദ പാത്തജൻ എൻറ്റേഴ്സ് ഫോർ സെക്കൻഡ് ടൈം ദി അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി വിൽ ബി ഏബിൾ ടു പ്രൊഡ്യൂസ് ആൻ ഈവൻ സ്ട്രോങ്ങർ ഇമ്മ്യൂൺ റെസ്പോൺസ് ദാൻ ദ ഫസ്റ്റ്. ഓക്കെ, ആ ഒരു കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കാൻ പറ്റും, വിച്ച് മേക്സ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ഓക്കെ, സോ ഞാൻ നേരത്തെ പറഞ്ഞു, നേരത്തെ നമ്മുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി വെയിറ്റ് ചെയ്യും ഫോർ ദ ഇൻഫർമേഷൻ ടു ബി carried by the innate immune cells to them. അതായത് വരുന്ന പാത്തജനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഈ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ കുറച്ച് സെൽസ് വന്ന് ഈ ബി സെൽസിനും ടി സെൽസിനും കൊടുക്കുന്ന വരെ ഈ ബി സെൽസും ടി സെൽസും സത്യം പറഞ്ഞ ഒരു പണി എടുക്കില്ല. സോ ദാറ്റ് പ്രോസസ് ബൈ വിച്ച് ദി സെൽസ് ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ബ്രിങ്സ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പാത്തജൻ to B and T cells is known as antigen presentation. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ആൻറ്റിജൻ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത്. ആൻറ്റിജൻ പ്രസൻറ്റേഷനും ആൻറ്റിജൻ പ്രസൻറ്റേഷൻ സെൽസിനെയും കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പിന്നീട് സംസാരിക്കും. സോ ആൻറ്റിജൻ പ്രസൻറ്റേഷൻ ഇറ്റ് ആക്ട്സ് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദി അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം ആൻഡ് ദി ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം. അപ്പോൾ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ആക്ച്വലി അവർ രണ്ട് രീതിയിലാണ് പെർഫോം ചെയ്യുന്നതെന്ന് പറയില്ല. ആക്ച്വലി ഓൾവേസ് കണക്റ്റഡ്. അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ആദ്യം ആക്ട് ചെയ്യുന്നത്, അതായത് ഏതൊരു ബാക്ടീരിയ കയറുമ്പോഴും ഫസ്റ്റ് വരുന്നത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണെന്ന് മാത്രം. പക്ഷെ അവർ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി അവരിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി പറഞ്ഞിട്ട് അല്ലെങ്കിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയും അതേ സമയം തന്നെ അവരിൽ ആക്ട് ചെയ്യുന്നുണ്ട്. ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആക്ട് ചെയ്ത് തീർന്നാലേ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ആക്ട് ചെയ്യുന്നു എന്നില്ല. അതായത് ഈ പറയുന്ന ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ദേ വിൽ കമ്മ്യൂണിക്കേറ്റ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പാത്തജൻ ടു ദി അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റം. അവർ കണക്റ്റഡ് ആണ്. സോ എനി പാത്തജൻ ദാറ്റ് എൻറ്റേഴ്സ് ദ ബോഡി വിൽ ഫേസ് both innate immune response and adaptive immune response. പക്ഷെ ആദ്യം വരുന്ന ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയും പാരലലി കുറച്ച് കഴിയുമ്പോൾ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയും അതിൽ ഇൻവോൾവ് ആവും. സോ ആൻറ്റിജൻ പ്രസന്റേഷൻ ഇറ്റ് ഇസ് എ ബ്രിഡ്ജ് ദാറ്റ് കണക്ട്സ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി വിത്ത് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി. ആൻറ്റിജൻ ഈ പറയുന്ന അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻക്ലൂഡ് ചെയ്യുന്ന ടി സെൽസും ബി സെൽസും ആണ്. ടി സെൽസ് ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ അവർ ഇഫക്റ്റീവ് ടി സെൽസും ബി സെൽസും ആവും. ഇഫക്റ്റീവ് ടി സെൽസ് എന്ന് പറയുന്നത് ഒന്ന് സൈറ്റോടോക്സിക് ടി സെൽസ് നേരത്തെ പറഞ്ഞ പോലെ, പിന്നീട് ഹെൽപ്പ് ടി സെൽസ് എന്ന് പറയും, നമ്മൾ പഠിക്കും.
നൗ ബി സെൽസിന്റെ എഫക്റ്റർ സെൽസ് എന്ന് പറയുന്നത് പ്ലാസ്മ സെൽസ് ആണ്. പ്ലാസ്മ സെൽസ് വിച്ച് ക്യാൻ പ്രൊഡ്യൂസ് ദി ആന്റിബോഡീസ്. നൗ ആന്റിബോഡി സെക്രീറ്റിംഗ് പ്ലാസ്മ സെൽസ്. പിന്നെ അതുപോലെ തന്നെ ടി സെൽസിൽ മെമ്മറി സെൽസ് ഉണ്ട്, ബി സെൽസിൽ മെമ്മറി സെൽസ് ഉണ്ട്. സോ ദിൽ പ്രൊഡ്യൂസ് മെമ്മറി സെൽസ് ഓൾസോ വിച്ച് സ്റ്റോർസ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദി എൻഡേർഡ് പാത്തജൻ. അപ്പോൾ ഒരു ആന്റിജൻ എക്സ്പോഷർ ചെയ്യുന്ന സമയത്ത് ആദ്യം ഈ പറയുന്ന ഒരു ടൈം ലാഗ് ഉണ്ട് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക്. ഒരു 4 to 10 അല്ലെങ്കിൽ 7 days എടുക്കുന്ന ഒരു എന്താ പറയുക, ഒരു റെസിലിയൻ പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ഹൈറ്റൻഡ് റെസ്പോൺസ് നമ്മുടെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി കാണിക്കുന്നത് വെൻ ദി ആന്റിജൻ എൻറ്റേഴ്സ് വിത്ത് ഫസ്റ്റ് ടൈം, ഫസ്റ്റ് എക്സ്പോഷറിൽ. അതേസമയം ആന്റിജൻ വീണ്ടും സെക്കൻഡ് എക്സ്പോഷർ, രണ്ടാമതും ആന്റിജൻ വരികയാണെങ്കിൽ ഉടനെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിക്കായിട്ടുള്ള ഒരു വളരെ സ്ട്രോങ്ങർ ആയിട്ടും വളരെ റാപ്പിഡും ആയിട്ടുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കാണിക്കാൻ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിക്ക് പറ്റും. ദാറ്റ്സ് വാട്ട് ദിസ് ഗ്രാഫ് പ്രസൻസ്. സോ അത് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ഉണ്ട്, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഏതൊരു പാത്തജൻ എൻ്റർ ചെയ്താലും ഈ ഇമ്മ്യൂൺ സെൽസ് ആണ് അവരെ അല്ലെങ്കിൽ ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസും അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസും ആണ് ആ പാത്തജനെ ഡീൽ ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയിലും കുറച്ച് സെൽസ് ഉണ്ട്, അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയിലും സെൽസ് ഉണ്ട്. അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും മാത്രമേ ഡീൽ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ പ്ലേ ചെയ്യുന്നുള്ളൂ. അതേസമയം ബാക്കി എല്ലാ വൈറ്റ് ബ്ലഡ് സെൽസും പ്ലേ ചെയ്യുന്നത് നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസിലാണ്. സോ ദർ ആർ സർട്ടൻ സെൽസ്, ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് that participate greatly in this immune response. ഇമ്മ്യൂൺ റെസ്പോൺസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കുറച്ച് സെൽസും ടിഷ്യൂസും ഓർഗൻസും നമ്മുടെ ബോഡിയിലുണ്ട്. നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ ദർ ആർ വെറൈറ്റി ഓഫ് സെൽസ് ഓർ ബ്ലഡ് സെൽസ് ദാറ്റ് ഡീൽ വിത്ത് ഇമ്മ്യൂൺ സിസ്റ്റം. ഒരു ഇമ്മ്യൂൺ റെസ്പോൺസിൽ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യുന്ന കുറച്ച് സെൽസ് ആണ്. ഈ സെൽസ് എല്ലാം ഫോം ചെയ്യുന്നത് നമ്മുടെ ബോൺ മാരോയിൽ കാണുന്ന ഒരു പെർട്ടിക്കുലർ പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെംസ് നിന്നാണ്. വാട്ട് ഇസ് പ്ലൂറിപൊട്ടൻസി? പ്ലൂറിപൊട്ടൻസി എന്ന് പറയുന്ന ഒരു സ്റ്റെം സെല്ലിന് പല ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ലീനേജസും പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ക്യാപ്പബിലിറ്റി ഉള്ളതിനെയാണ് നമ്മൾ പ്ലൂറിപൊട്ടൻസി എന്ന് പറയുന്നത്. ഇറ്റ് ക്യാൻ ഡിഫറൻഷിയേറ്റ് ഇൻ ടു ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ് ലൈക്ക് പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽ. അങ്ങനെയുള്ള സെൽസിനെ നമ്മൾ പ്ലൂറിപൊട്ടൻറ്റ് എന്ന് പറയുന്നു. നൗ ദർ ഇസ് എ കൈൻഡ് ഓഫ് പ്ലൂറിപൊട്ടൻറ്റ് സെൽസ് വിച്ച് റിസൈഡ്സ് ഇൻസൈഡ് ദി bone marrow which have the capability to produce all kinds of blood cells. നമ്മുടെ ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യുന്ന നമ്മൾ ബ്ലഡ് സെൽസ് വിളിക്കുന്ന RBCയും WBCയും ഉൾപ്പെടുന്ന എല്ലാ ബ്ലഡ് സെൽസും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഒരു പെർട്ടിക്കുലർ പ്ലൂറിപൊട്ടൻറ്റ് സ്റ്റെം സെൽ എന്നാണ്. അതിനെയാണ് നമ്മൾ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ എന്ന് വിളിക്കുന്നത്. ഈ ഒരു ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിന് നമ്മൾ നേരത്തെ പറഞ്ഞ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും മാക്രോഫേജസും ന്യൂട്രോഫിൽസും അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ ബ്ലഡ് സെൽസും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹെമറ്റോപോയസിസ് എന്ന് പറയുക. സോ ഇറ്റ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് ദ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ ഡെവലപ്പ് ഇൻ ടു ഓൾ ദി മെച്യൂർ ബ്ലഡ് സെൽസ് ഇൻ ദ ബോഡി. സോ ടു പുട്ട് ഇൻ എ നട്ട്ഷെൽ, ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിന് മെയിൻലി 2 ലീനേജ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സ്റ്റെം സെൽസ് ഫോം ചെയ്യുന്നുണ്ട്. ഒന്ന് കോമൺ ലിംഫോയിഡ് പ്രീകേഴ്സർ ആൻഡ് കോമൺ മൈലോയിഡ് പ്രീകേഴ്സർ. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിൽ നിന്ന് 2 പ്രൊജനീസ് ആണ് ഫോം ചെയ്യുന്നത്. ഒന്ന് ലിംഫോയിഡ് പ്രൊജനി, പിന്നെ ഒരു മൈലോയിഡ് പ്രൊജനി. ഈ ലിംഫോയിഡ് പ്രൊജനി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊജനിറ്റർ സെല്ലാണ് കോമൺ ലിംഫോയിഡ് പ്രൊജനിറ്റർ അല്ലെങ്കിൽ കോമൺ ലിംഫോയിഡ് പ്രീകേഴ്സർ എന്ന് പറയുന്നത്. ഈ പ്രീകേഴ്സറിൽ നിന്ന് നമ്മളെ ബ്ലഡ് സെൽസിലെ 3 സെൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഒന്ന് ഞാൻ നേരത്തെ അഡാപ്റ്റീവ് ഇമ്മ്യൂണിൽ പറഞ്ഞ ബി ലിംഫോസൈറ്റ് അല്ലെങ്കിൽ ബി സെൽ, രണ്ടാമത്തെ ഇതേ അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയിലുള്ള ടി ലിംഫോസൈറ്റ് അല്ലെങ്കിൽ ടി സെൽ, പിന്നെ വേറൊരെണ്ണം എന്ന് പറയുന്നത് നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ ഇന്നേറ്റ് ഇമ്മ്യൂണിൽ ഇൻവോൾവ് ചെയ്യുന്ന നാച്ചുറൽ കില്ലർ സെൽ എന്ന് പറയുന്ന സെല്ല്. അപ്പോൾ ലിംഫോയിഡ് പ്രൊജനി ഗിവ്സ് റൈസ് ടു ദി മെമ്പേഴ്സ് ഓഫ് അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റി, മെയിൻലി ബി ആൻഡ് ടി ലിംഫോസൈറ്റ്, ആൻഡ് ഓൾസോ എ മെമ്പർ ഓഫ് ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ ഒരു മെമ്പറിന് ഈ പറയുന്ന ലിംഫോയിഡ് പ്രൊജനിയിൽ കാണാൻ പറ്റും, വിച്ച് ഇസ് നാച്ചുറൽ കില്ലർ സെൽ. ഇനി ഈ കോമൺ മൈലോയിഡ് പ്രീകേഴ്സർ എന്നാണ് നമ്മുടെ ബാക്കിയുള്ള എല്ലാ WBCയും പിന്നെ RBCയും പ്ലേറ്റ്ലെറ്റും ഫോം ചെയ്യുന്നത്. അപ്പോൾ ഈ മൈലോയിഡ് പ്രീകേഴ്സറിന് തന്നെ 2 ടൈപ്പ് ഓഫ് പ്രൊജനീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് നമ്മുടെ RBCയും പ്ലേറ്റ്ലെറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊജനി, ആ ഒരു പ്രൊജനി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലിന് നമ്മൾ മൈഗോകാരിയോസൈറ്റ് ഓർ എറിത്രോയിഡ് പ്രൊജനിറ്റർ സെൽ എന്ന് പറയുന്നത്. ഈ പ്രൊജനിറ്റർ സെല്ലിൽ നിന്നാണ് പിന്നീട്
എറിത്രോസൈറ്റ്, നമ്മുടെ RBC, പിന്നെ നമ്മുടെ പ്ലേറ്റ്ലെറ്റും ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി അതേ മൈലോയിഡ് പ്രോജനിറ്റർ സെല്ലിൽ നിന്ന് ഉണ്ടാവുന്ന വേറൊരു സെൽ ലൈനാണ് ഗ്രാനുലോസൈറ്റ് മാക്രോഫേജ് പ്രോജനിറ്റർ എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഗ്രാനുലോസൈറ്റ് ഒന്നാമത്തെ കാര്യം, അതായത് നമ്മുടെ ഗ്രാനുലോസൈറ്റ് സെൽസായ ന്യൂട്രോഫിൽ, ഈസ്നോഫിൽ, ബേസോഫിൽ, മാസ്റ്റ് സെൽ, ഇവരെ നാളെയും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോജനിറ്ററും ഈ ഒരു പ്രീക്കേഴ്സറാണ്. അതുപോലെ തന്നെ നമ്മുടെ മാക്രോഫേജ് ഡെൻഡ്രൈറ്റിക് സെൽ മോണോസൈറ്റ്, ഫാഗോസൈറ്റോസിസ് കാണിക്കുന്ന മാക്രോഫേജ് ലീനേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഈ പറയുന്ന പ്രോജനിറ്റർ സെൽ എന്നാണ്. ഇനി ദ സൈറ്റ് ഓഫ് ഹെമറ്റോപോയ്സിസ്, നമ്മുടെ ബോഡിയിൽ ഹെമറ്റോപോയ്സിസ് നടക്കുന്ന സമയം, ഹെമറ്റോപോയ്സിസ് പല നമ്മുടെ ഏജ് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഗ്രോത്ത് അനുസരിച്ച് പല സൈറ്റിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഒരു ഡെവലപ്മെന്റിൽ ഇരിക്കുന്ന ഒരു ബേബി, ഒരു ഫീറ്റസിൽ ആദ്യം തന്നെ ഏറ്റവും കൂടുതൽ ഹെമറ്റോപോയ്സിസ് നടക്കുന്നത് ആക്ച്വലി അതിൻ്റെ യോക്ക് സാക്കിലാണ്. അതായത് ഓൾമോസ്റ്റ് ഒരു ഗ്രോയിങ് ബേബിയിൽ അല്ലെങ്കിൽ ഗ്രോയിങ് എംബ്രിയോയിൽ ഫസ്റ്റ് ബ്ലഡ് സെൽസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് യോക്ക് സാക്കിലായിരിക്കും. പിന്നീട് ഒരു 3 to 4 months ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ഫീറ്റസിൽ ലിവറും സ്പ്ലീനും അത്യാവശ്യം നന്നായിട്ട് ഡെവലപ്പ് ആയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് എല്ലാം യോക്സ് ആകുന്ന പതിയെ നമ്മുടെ ഈ സ്പ്ലീനിക്കും ലിവറിലേക്കും ട്രാൻസ്ഫോം ആവാൻ തുടങ്ങും, അല്ലെങ്കിൽ അങ്ങോട്ട് മൂവ് ചെയ്യാൻ തുടങ്ങും. സോ ഒരു 3 to 5 months ഒക്കെ ആകുമ്പോഴത്തേക്കും ഇൻഫൻസിൽ ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹെമറ്റോപോയ്സിസ് നടക്കുന്നത് ലിവറിലും സ്പ്ലീനിലും ആയിരിക്കും. പിന്നീട് ഒരു 7 months 8 months ഒക്കെ ആകുമ്പോഴത്തേക്കും ഇൻഫൻസിൽ ആ ഒരു ബോഡിയിലുള്ള ബോൺസ് ഒക്കെ അത്യാവശ്യം കംപ്ലീറ്റ്ലി ഡെവലപ്പ് ആയ ഒരു സ്റ്റേജ് എത്തുമ്പോൾ പതുക്കെ ഈ ലിവറിനും സ്പ്ലീനിനും ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് എല്ലാം കൂടെ പതുക്കെ ബോൺ മാരോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പോൾ ഒരു ബർത്തിന്റെ സമയത്ത് കുഞ്ഞ് ഡെലിവറി നടക്കുന്ന സമയത്ത് ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് എല്ലാം യോക്സാക്ക് കംപ്ലീറ്റ്ലി റിമൂവ് ആവും. അതുപോലെ തന്നെ നമ്മുടെ ലിവറിനും സ്പ്ലീനിനും എല്ലാം ഈ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് എല്ലാം കൂടെ മൂവ് ചെയ്ത് ബോൺ മാരോയിലേക്ക് എത്തിയിട്ടുണ്ടാവും. സോ ഒരു അഡൽട്ടിൽ നോക്കുകയാണെങ്കിൽ ഹെമറ്റോപോയ്സിസ് നടക്കുന്നത് ബോൺ മാരോയിലായിരിക്കും. ഈ ബോൺ മാരോ എന്ന് പറയുന്നത് എല്ലാ ബോൺസിലും ഈ പറഞ്ഞ ഹെമറ്റോപോയ്സിസ് നടക്കുന്നില്ല. അത്യാവശ്യം നമ്മുടെ ബോഡിയിൽ ലെങ്ത്തും പിന്നെ ആ ഒരു ബോൺ മാരോയിൽ അത്യാവശ്യം സ്പേസും ഉള്ള ബോൺസ് ഉണ്ടാവില്ല. അതായത് നമ്മുടെ ബോഡിയിൽ ഏറ്റവും നീളം കൂടിയ എല്ലുകൾ, എസ്പെഷ്യലി നമ്മുടെ തൈസിലുള്ള ബോൺസ്, പിന്നെ നമ്മുടെ ക്ലാവിക്കിൾ, ഷോൾഡർ ബോൺ, പിന്നെ നമ്മുടെ റിബ് കേജ്, അങ്ങനെ അത്യാവശ്യം വീതിയും അത്യാവശ്യം ബോൺ മാരോയിൽ സ്പേസും ഉള്ള ബോൺസിന്റെ എല്ലാ ബോൺ മാരോയിലും ഈ പറഞ്ഞ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽസ് കാണാൻ പറ്റും. അവിടെ എല്ലാം ഹെമറ്റോപോയ്സിസ് നടക്കുകയും ചെയ്യും. സോ ഇൻ അഡൽട്സ് the complete hematopoiesis takes place in the bone marrow. Okay. Now, first we'll be dealing with lymphoid lineage. ഞാൻ നേരത്തെ പറഞ്ഞു ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിന് 2 ലീനേജ് പ്രീകോഴ്സേഴ്സ് ആണ് ഫോം ചെയ്യുന്നത്. ഒന്ന് മൈലോയിഡ് പ്രൊജനി പ്രീകോഴ്സറും 2 ലിംഫോയിഡ് പ്രൊജനിയുടെ പ്രീകോഴ്സറും. സോ ദ ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെൽ will give rise to common lymphoid precursor. ഈ ലിംഫോയിഡ് പ്രീകോഴ്സർ പിന്നീട് ബോൺ മാരോയിലാണ് കേട്ടോ നടക്കുന്നത്. പിന്നീട് ഈ പറയുന്ന 2 പ്രൊജനീസ്, 2 ടൈപ്പ് ഓഫ് സെൽസ് ആണ് കോമൺ ലിംഫോയിഡ് പ്രൊജനിന്ന് ഫോം ചെയ്യുക. ഒന്ന് നമ്മുടെ ബി സെൽ, 2 ഒരു നാച്ചുറൽ കില്ലറിന്റെയും ഒരു ടി സെല്ലിന്റെ ഒരു പ്രീകേഴ്സർ മോളിക്യൂളും. അതായത് ഈ ഒരു ബി സെൽസ് പിന്നീട് മെച്യൂർ ചെയ്ത് കംപ്ലീറ്റ് മെച്യൂർ ആയിട്ടുള്ള ബി സെൽസ് ആയിട്ട് മാറും. ഈ NK സെൽ അല്ലെങ്കിൽ ടി സെൽ പ്രീകേഴ്സർ എന്നാണ് പിന്നീട് ടി സെല്ലും നാച്ചുറൽ കില്ലർ സെല്ലും ഫോം ചെയ്യുന്നത്. സോ NK പ്രീകേഴ്സറിന് പിന്നീട് ടി സെല്ലും അതുപോലെ തന്നെ നാച്ചുറൽ കില്ലർ സെല്ലും ഫോം ചെയ്യും. ഓക്കെ, ഇനി മെച്യൂർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു ടി സെല്ലും ബി സെല്ലും ആണ് മെച്യൂർ ഫോംസ് ഓഫ് സെൽസ് എന്ന് പറയുന്നത്. പിന്നെ എപ്പോഴെങ്കിലും ഒരു ആന്റിജനുമായിട്ട് ടച്ച് വരുമ്പോൾ, അതായത് നമ്മളതിനെ ആന്റിജൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നു. അപ്പോൾ വെനെവർ ആൻ ആന്റിജൻ സ്റ്റിമുലേഷൻ ടേക്സ് പ്ലേസ്, ഒരു ആന്റിജൻ സ്റ്റിമുലേഷൻ വരുന്ന സമയത്ത് അപ്പോൾ ഈ ടി സെല്ലും അതുപോലെ ബി സെല്ലും ഡിഫറൻഷിയേറ്റ് ചെയ്ത് അവരുടെ എഫക്റ്റർ സെൽസ് ആയിട്ട് മാറും. ഞാൻ നേരത്തെ പറഞ്ഞു എഫക്റ്റർ സെൽസ്, ബി സെൽസിൽ 2 എഫക്റ്റർ സെൽസ് ഉണ്ട്. ഒന്ന് പ്ലാസ്മ സെൽ,
പ്ലാസ്മ സെൽ എന്ന് പറയുന്നത് നമ്മുടെ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസ്. ദെൻ ഓൾസോ മെമ്മറി സെൽസ്, അതായത് വന്ന ആന്റിജനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുന്ന സെൽസ് എന്ന് പറയുന്നത്. അതുപോലെ ടി സെല്ലും ഡിഫറൻഷിയേറ്റഡ് ആകുമ്പോൾ 2 ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഫോം ചെയ്യുന്നത്. അതിന് ഒന്ന് നമ്മൾ ഹെൽപ്പർ ടി സെൽ എന്ന് പറയുന്നു, 2 സൈറ്റോടോക്സിക് ടി സെൽ എന്ന് പറയുന്നു. ഈ ഹെൽപ്പർ ടി സെൽ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ എന്താ പറയാ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സെല്ലാണ്. അതായത് ഈ ഹെൽപ്പർ ടി സെല്ലിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒന്ന് ബി സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതായത് ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബി സെൽ ഉൾപ്പെടെ ബാക്കിയുള്ള എല്ലാ ഇമ്മ്യൂൺ സെൽസിനെയും ഡയറക്റ്റ് ചെയ്ത് എങ്ങോട്ട് പോകണം, എവിടെ പോകണം എന്ന് ഡയറക്റ്റ് ചെയ്യാനുള്ള സൈറ്റോകൈൻസ് പ്രൊഡ്യൂസ് ചെയ്ത് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരുടെ മൂവ്മെന്റിനെ അല്ലെങ്കിൽ ട്രാഫിക്കിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഹെൽപ്പർ ടി സെൽസിനുള്ളത്. നോ സൈറ്റോടോക്സിക് ടി സെൽ എന്ന് പറയുന്നത് ആസ് എ നെയിം സജസ്റ്റ് അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടോക്സിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദേ ആർ മെന്റ് ഫോർ ഡയറക്ട്ലി കില്ലിംഗ് ദി പാത്തജൻ. ഒരു പാത്തജൻ ഇൻഫർമേഷൻ കൊടുക്കുന്നു, ഓക്കെ, ആ പാത്തജന് ഡയറക്റ്റ് ആയിട്ടുള്ള സൈറ്റോടോക്സിക് ടി സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നേരെ സൈറ്റ് ഓഫ് ഇൻഫെക്ഷനിലേക്ക് പോകുന്നു, പാത്തജനെ അറ്റാച്ച് ചെയ്യുന്നു, ഇറ്റ് വിൽ കിൽ ദ പാത്തജൻ. ടോക്സിസിറ്റിയാണ് അതിന്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, now so the lymphocytes and the plasma cells are a part of adaptive immune system, and the NK cells, precursor എന്ന് ഫോം ചെയ്യുന്ന നാച്ചുറൽ കില്ലർ സെൽസ്, they bridge both innate and adaptive immune system. അപ്പോൾ അവരുടെ innate immuneന്റെ പോർഷനാണ് നാച്ചുറൽ കില്ലർ സെൽ എന്ന് പറയുന്നത്. ബി ലിംഫോസൈറ്റ് or B cells reside in the bone marrow. ബേർഡ്സിൽ കാണുന്ന ബേഴ്സ് ഓഫ് ഫാബ്രിക്കസ് എന്ന് പറയുന്ന ഒരു ലിംഫോയിഡ് ഓർഗൻ ഉണ്ട്. അവിടെയാണ് ബേർഡ്സിൽ ഈ പറഞ്ഞ ബി സെൽസിന്റെ ഓൾമോസ്റ്റ് ഡിഫറൻഷിയേഷന്റെ ഒരു മേജർ പോർഷൻ നടക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഹെമറ്റോപോയസിസിൽ ഈ ബേഴ്സ് ഓഫ് ഫാബ്രിക്കസിൽ ഡെവലപ്പ് ചെയ്യുന്ന സെൽസിന് ബി സെൽസ് എന്ന് നെയിം ചെയ്തത്. പിന്നീട് നമ്മുടെ ബോൺ മാരോയിൽ തന്നെ അല്ലെ ബേഴ്സ പോലെ തന്നെ ഏറ്റവും കൂടുതൽ മാമൽസിൽ ഈ പറയുന്ന സെൽസിന്റെ ഡെവലപ്മെന്റ് നടക്കുന്നതും ബോൺ മാരോയിലായതുകൊണ്ട് നെയിം സ്റ്റേറ്റ്സോ അതുകൊണ്ട് സോ ബി ലിംഫോസൈറ്റ് എന്നുള്ള പേര് വന്നു. സോ ബി ലിംഫോസൈറ്റിന്റെ അതിന്റെ ഫോർമേഷനും അതിന്റെ മെച്ചുറേഷനും ഡെവലപ്മെന്റും ഒക്കെ കംപ്ലീറ്റ്ലി നടക്കുന്നത് ബോൺ മാരോയുടെ ഉള്ളിലാണ്. ഓക്കെ, അതേസമയം ടി സെൽസ് എന്ന് പറയുന്നത് ടി സെൽസ് ഫോം ചെയ്യുന്നത് ബോൺ മാരോയിലാണ്. ഹെമറ്റോപോയറ്റിക് സ്റ്റെം സെല്ലിന് ഈ പറയുന്ന പോലെ പ്രീകേഴ്സറിൽ നിന്ന് വന്ന് ടി സെൽസിന്റെ ഒരു ഇമ്മച്വർ ഫോം ഓഫ് ടി സെൽസ് ഫോം ചെയ്യുന്നത് വരെ ടി സെൽസ് ബോൺ മാരോയിലുണ്ട്. പക്ഷെ ഒരു ഇമ്മച്വർ ഫോം എന്ന് മെച്യൂർ ആവുന്നതിന് മുന്നേ ഈ ഇമ്മച്വർ ഫോം ഓഫ് ടി സെൽ എന്ത് വെച്ചാൽ ഇറ്റ് വിൽ മൈഗ്രേറ്റ് ടു തൈമസ്. തൈമസ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ള ഒരു ലിംഫോയിഡ് ഓർഗനാണ്. അപ്പോൾ നേരെ തൈമസിലേക്ക് അവിടുന്ന് നേരെ ട്രാൻസ്പോർട്ടഡ് ആകും അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യും. ബാക്കിയുള്ള ടി സെല്ലിന്റെ ഡെവലപ്മെന്റ് ഒക്കെ നടക്കുന്ന തൈമസ് എന്നാണ്. സോ ടി സെൽ ഇസ് എ തൈമസ് ഡിറൈവ്ഡ് സെൽ and it is also known as thymocyte. Okay, thymocyte എന്നും വിളിക്കുന്നുണ്ട് ടി സെല്ലിനെ. ഇറ്റ്സ് എ ടി സെൽ ഒരു തൈമസ് ഡിറൈവ്ഡ് സെൽ, അതുകൊണ്ട് തന്നെ നോൺ ആസ് ടി ലിംഫോസൈറ്റ്. ഓക്കെ, നോ നാച്ചുറൽ കില്ലർ സെൽസ് എന്ന് ഞാൻ പറഞ്ഞു, ദേ ആർ ലാർജ് ഫാഗോസൈറ്റിക് സെൽസ്. ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോഫേജ് പോലെ ഇറ്റ് ഹാസ് എബിലിറ്റി ടു എൻഗൾഫ് എ പാത്തജൻ. അതിന്റെ ഫ്രണ്ടിൽ വരുന്ന പാത്തജനെ മൈക്രോബിനെ കംപ്ലീറ്റ്ലി എൻഗൾഫ് ചെയ്യാൻ പറ്റും. ആൻഡ് ഗ്രാനുലർ ലിംഫോസൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ NK സെൽസിൽ കാണാൻ പറ്റുമെന്നറിയില്ല, അവരുടെ സെല്ലിൽ granules ഉണ്ടാവും which may contain proteins, enzymes or any other products that can completely digest the engulfed pathogen. ആ പാത്തജനെ ഫാഗോസൈറ്റോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫാഗോസൈറ്റോസ് ചെയ്ത പാത്തജനെ എല്ലാ തരത്തിലും ഡിസ്ട്രോയ് ചെയ്യാൻ അല്ലെങ്കിൽ എന്താ ലൈസ് ചെയ്യാനുള്ള എൻസൈംസ് കണ്ടന്റ് ഉള്ള ഗ്രാനുൾസ് ഉണ്ടാവും. സോ ദേ വിൽ ബി ഗ്രാനുലർ ലിംഫോസൈറ്റ് ആൻഡ് നെയിം ഫോർ ദ എബിലിറ്റി ടു കിൽ അബ്നോർമൽ സെൽസ്. അപ്പം നമ്മുടെ ബോഡിയിലുള്ള അബ്നോർമൽ സെൽസ്, നമ്മുടെ ബോഡിയിൽ സാധാരണ കാണുന്ന അബ്നോർമൽ സെൽസ് എന്താ? ഏറ്റവും വലിയ അബ്നോർമൽ സെൽ ട്യൂമർ സെൽസ്. രണ്ടാമത്തെ അബ്നോർമൽ എന്ന് പറയുന്ന നമ്മുടെ ഇൻഫെക്റ്റഡ് സെൽസ് ആണ്. സോ നമ്മുടെ ബോഡിയിലുള്ള ട്യൂമർ സെൽസിനെയും പിന്നെ ഇൻഫെക്റ്റഡ് സെൽസ്, പ്രത്യേകിച്ച് വൈറസ് ഇൻഫെക്റ്റഡ് സെൽസിനെയും ഐഡന്റിഫൈ ചെയ്ത് കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാപ്പബിലിറ്റി ഉള്ള സെല്ലാണ് ഈ നാച്ചുറൽ കില്ലർ സെൽ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവരെ നാച്ചുറൽ കില്ലർ സെൽ എന്ന് പറയുന്നത്. ദേ ക്യാൻ കിൽ അബ്നോർമൽ സെൽസ് ലൈക്ക് ട്യൂമർ സെൽസ് ഓർ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസ് ഇൻസൈഡ് ദി ബോഡി. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി സെല്ലും ടി സെല്ലും ഫോം ചെയ്യുന്നതാണല്ലോ. ഹിയർ ഇവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം, ബി സെല്ലിൽ യു ക്യാൻ സി
സർഫസിൽ കുറേ റിസപ്റ്റേഴ്സ് ഉണ്ട്. ബി സെല്ലിൽ കുറേ സർഫസ് റിസപ്റ്റേഴ്സ് ഉണ്ട്. അതുപോലെ ടി സെല്ലിലും യു ക്യാൻ ഹാവ് റിസപ്റ്റേഴ്സ്. ഇതിനെ നമ്മൾ ടി സെൽ റിസപ്റ്റർ എന്ന് പറയുന്നു. ബി സെല്ലിനെ ബി സെൽ റിസപ്റ്റർ എന്ന് പറയുന്നു, വിച്ച് വിൽ ഡീൽ ലേറ്റർ. ഈ ബി സെൽ റിസപ്റ്ററും ടി സെൽ റിസപ്റ്ററും ആണ് ഞാൻ ഈ പറഞ്ഞ പ്രസന്റ് ചെയ്യുന്ന ആന്റിജനെ റെക്കഗ്നൈസ് ചെയ്യുന്നത്. വരുന്ന ആന്റിജനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് ടി സി ആറും പി സി ആറും ബി സി ആറും ആണ്. അപ്പോൾ ദി ബി സെൽ ആൻഡ് ടി സെൽ ഹാവ് സർഫസ് റിസപ്റ്റേഴ്സ് ഓൺ ദം വിച്ച് ഹെൽപ് ദം ടു ഐഡന്റിഫൈ ദി പാത്തോജൻ. നാച്ചുറൽ കില്ലർ സെല്ലിന് അവർ ഒന്ന് ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെയാണ്, അവർക്ക് സ്പെസിഫിക് ടാർഗറ്റ്സ് ഉണ്ടാവില്ല. പക്ഷേ അവർക്ക് അബ്നോർമൽ സെൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് ഇവർ അബ്നോർമൽ സെൽസിനെ ഐഡന്റിഫൈ ചെയ്യുക വെച്ചാൽ, നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സെൽസിലും ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്, നോൺ ആസ് MHC പ്രോട്ടീൻസ് എന്ന് പറയും, മേജർ ഹിസ്റ്റോകമ്പാറ്റബിലിറ്റി കോംപ്ലക്സ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഈ പ്രോട്ടീൻസ് ആക്ച്വലി നമ്മുടെ സെൽസിൻ്റെ സെൽ സർഫസ് റിസപ്റ്റേഴ്സ് ആയിട്ടാണ് കാണുക. നമ്മുടെ ബോഡിയിലുള്ള പല MHC മോളിക്യൂൾസ് ഉണ്ടെങ്കിലും നമ്മുടെ ബോഡിയിലുള്ള എല്ലാ നോർമൽ സെൽസിൻ്റെയും സർഫസിൽ കാണുന്ന ഒരു MHC പ്രോട്ടീനാണ് MHC ക്ലാസ് 1 പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ MHC ക്ലാസ് 1 സർഫസ് റിസപ്റ്റേഴ്സ് ക്യാൻ ബി ഫൗണ്ട് ഓൺ ഓൾ ദി നോർമൽ സെൽസ്. നമ്മുടെ എല്ലാ നോർമൽ സെൽസിൻ്റെയും മേലെ ഈ MHC ക്ലാസ് 1 പ്രോട്ടീൻസ് സർഫസ് റിസപ്റ്റേഴ്സ് ആയിട്ട് ഉണ്ടാവും. സോ അബ്നോർമൽ സെൽസിൽ, അതായത് ട്യൂമർ സെൽസിലോ അല്ലെങ്കിൽ വൈറസ് ഇൻഫെക്റ്റഡ് സെൽസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്തോജൻ ഇൻവേഡഡ് സെൽസിലോ ഈ പറയുന്ന MHC ക്ലാസ് 1 പ്രോട്ടീൻസിൻ്റെ പ്രസൻസ് ഉണ്ടാവില്ല. സോ അവർ അബ്നോർമൽ ആണെന്ന് നാച്ചുറൽ കില്ലർ സെൽസ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ MHC ക്ലാസ് 1 പ്രോട്ടീൻസിൻ്റെ ആബ്സെൻസ് ആണ്. സോ ദി നാച്ചുറൽ കില്ലർ സെൽസ് ദി ഐഡന്റിഫൈ, റെക്കഗ്നൈസ് ആൻഡ് കിൽ ടാർഗറ്റ് സെൽസ് വിത്ത് ദ ആബ്സെൻസ് ഓഫ് MHC ക്ലാസ് 1 പ്രോട്ടീൻസ്. ഏതൊക്കെ സെൽസിലാണോ MHC ക്ലാസ് 1 പ്രോട്ടീൻസിന്റെ പ്രസൻസ് സെൽ സർഫസ് റിസപ്റ്റർ ആയിട്ട് കാണാത്തത്, അവരാണ് അബ്നോർമൽ എന്ന് നാച്ചുറൽ കില്ലർ സെൽസ് ഐഡന്റിഫൈ ചെയ്യും. അങ്ങനെ MHC ക്ലാസ് 1 പ്രോട്ടീൻസ് എക്സിബിറ്റ് ചെയ്യാത്ത എല്ലാ സെൽസിനെയും ഡയറക്ട്ലി ഇപ്പോൾ കില്ല് ചെയ്യും. ഓക്കെ, എസ്പെഷ്യലി ട്യൂമർ സെൽസ്. നമ്മുടെ ബ്ലഡിൽ നോക്കുകയാണെങ്കിൽ ഒരു 5 to 10% ഓഫ് ദ ലിംഫോസൈറ്റ് എന്ന് പറയുന്നത് എപ്പോഴും നാച്ചുറൽ കില്ലർ സെൽസ് ആയിരിക്കും. ഓക്കെ, നൗ ദ സെക്കൻഡ് ലീനിയേജ്. അപ്പോൾ ആദ്യത്തെ ലീനിയേജ് എന്ന് പറയുന്നത് കോമൺ ലിംഫോയിഡ് പ്രൊജക്ടർ സെൽ എന്നുള്ള ലീനിയേജ് ആണ്. സോ കോമൺ ലിംഫോയിഡ് പ്രൊജക്ടറിന് 3 ടൈപ്പ് ഓഫ് സെൽസ് ആണ് ഡെറൈവ് ചെയ്യുന്നത്: ബി ലിംഫോസൈറ്റ്, ടി ലിംഫോസൈറ്റ്, നാച്ചുറൽ കില്ലർ സെൽസ്. ഇതിൽ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും അഡാപ്റ്റീവ് ഇമ്മ്യൂണിറ്റിയുടെ മീഡിയേറ്റേഴ്സ് ആണ്. നാച്ചുറൽ കില്ലർ സെൽ ആക്ച്വലി ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയുടെ മീഡിയേറ്റർ ആണ്. ഓൾസോ ഇറ്റ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ഇന്നേറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻഡ് അഡാപ്റ്റീവ് ഇമ്മ്യൂൺ റെസ്പോൺസ്. Now the second progeny or second progenitor cell which arises from hematopoietic stem cell is a common myeloid precursor. കോമൺ മൈലോയിഡ് പ്രിക്കോഴ്സറിന് 2 ടൈപ്പ് ഓഫ് പ്രൊജനിറ്റർ സെൽസ് ആണെങ്കിൽ പ്രൊജനീസ് ആണ് ഫോം ചെയ്യുന്നത്. ഒന്ന് മെഗാകൈറോസൈറ്റ് എറിത്രോയിഡ് പ്രൊജനിറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ RBC പ്ലേറ്റ്ലെറ്റും ഫോം ചെയ്യുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഗ്രാനുലോസൈറ്റ് മാക്രോഫേജ് പ്രൊജനിറ്റർ സെൽ വിച്ച് ക്യാൻ ഗിവ് റൈസ് ടു 2 ടൈപ്പ് ഓഫ് സെൽ ടൈപ്സ്. ഒന്ന് ഗ്രാനുലോസൈറ്റ്സ് ആൻഡ് ഓൾസോ രണ്ടാമത്തെ മാക്രോഫേജസ് ഓർ ഫാഗോസൈറ്റിക് സെൽസ്. നമ്മുടെ മാക്രോഫേജസ്, ഡെൻഡ്രൈറ്റിക്, മോണോസൈറ്റ് തുടങ്ങിയ നമ്മളെ ബോഡിയിലുള്ള ഫാഗോസൈറ്റിക് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലീനിയേജ് എന്ന് പറയുന്നത്. ആദ്യം നമുക്ക് മാക്രോഫേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലീനിയേജിനെ നോക്കാം. So the granulocyte macrophage progenitor can give rise to another progenitor cell known as macrophage and dendritic cell precursor which can finally mature to form monocyte. എവിടെ? ബോൺ മാരോന്റെ ഉള്ളിൽ. അപ്പോൾ ബോൺ മാരോന്റെ ഉള്ളിൽ ഇവിടം വരെ ബോൺ മാരോന്റെ ഉള്ളിലാണ് ഹെമറ്റോപോയിസിസ് സ്റ്റെം സെല്ലിന്റെ മെച്ചുറേഷൻ നടക്കുന്നത്. സോ ബോൺ മാരോയിലാണ് ഗ്രാനുലോസൈറ്റ് മാക്രോഫേജ് പ്രൊജനിറ്റർ, പിന്നീട് മാക്രോഫേജ് ആൻഡ് ഡെൻഡ്രൈറ്റിക് സെൽ പ്രീക്കേഴ്സർ ആവുന്നു. അവിടുന്ന് നേരെ മോണോസൈറ്റ്സ് ആവുന്നു. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന മോണോസൈറ്റ്സിനെ ഇവർ നേരെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നതാണ് ചെയ്യുന്നത്. സോ വാട്ട് ഇസ് മോണോസൈറ്റ്? നമ്മൾ ബ്ലഡ് സ്മിയർ ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ മോണോസൈറ്റിനെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യും. മോണോസൈറ്റ് ഇസ് എ സെൽ വിച്ച് ഹാവ് ലാർജ് ന്യൂക്ലിയസ്, ഒരു ലാർജ് മോണോന്യൂക്ലിയർ സെല്ലാണ് മോണോസൈറ്റ് എന്ന് പറയുന്നത്. അവരുടെ ഏകദേശം നമുക്ക് നോക്കുമ്പോൾ ആ സെല്ലിന്റെ ഏകദേശം ഒരു 50% കവർ ചെയ്യുന്നത് ഇവരുടെ ന്യൂക്ലിയസ് ആയിരിക്കും. അങ്ങനെയാണ് ബാക്കിയുള്ള ലിംഫോസൈറ്റിന് നമുക്ക് മോണോസൈറ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഈ മോണോസൈറ്റ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിലെ പെരിഫറൽ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യും. മോണോസൈറ്റ്സ് ഒരു 2-3 ദിവസം ഈ ബ്ലഡിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും, സ്കാനിങ് ഫോർ പാത്തോജൻസ് ഒന്നും കണ്ടില്ല എന്നുണ്ടെങ്കിൽ ദിൽ എൻ്റർ ഇൻ ടു ടിഷ്യൂസ്. ഈ ടിഷ്യൂസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള ഡിഫറൻഷിയേഷൻ നടക്കുന്നത്. വൺസ് ദിസ് മോണോസൈറ്റ് എൻറ്റേഴ്സ് ദി ടിഷ്യൂസ്,
ടിഷ്യൂസിൽ എത്തിക്കഴിയുമ്പോൾ ഇറ്റ് വിൽ gets transformed or differentiated into either macrophage or a dendritic cell based on the tissue. ആ ഒരു ടിഷ്യൂവിനനുസരിച്ച് അവർ dendritic cell macrophage ആയിട്ട് മാറും. Okay, so the monocytes spend 1 to 2 days in circulation. Their half-life is approximately 8.4 hours, and they cross endothelium or enter the tissues and differentiate into tissue-resident phagocytic cells. Tissue-resident phagocytic cells എന്ന് പറഞ്ഞാൽ രണ്ട് സെൽസ് ആണ്, ഒന്ന് dendritic cell, രണ്ട് macrophages. ഓക്കെ, നോ നമ്മൾ രണ്ട് മൂന്ന് ദിവസം ഈ ബ്ലഡിൽ സർക്കുലേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഈ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വെൻ ദി സർക്കുലേറ്റിംഗ് മോണോസൈറ്റ് റീച്ചസ് എ ടിഷ്യൂ വെദർ ഇസ് ഇൻഫെക്ഷൻ, എവിടെയെങ്കിലും ഇൻഫെക്ഷൻ നടക്കുന്ന സൈറ്റിലേക്ക് എത്തുകയാണെങ്കിൽ റെഡിലി ആ ബ്ലഡിലുള്ള മോണോസൈറ്റ്സിന്റെ ഒരു പോർഷൻ, കുറച്ച് പോർഷൻ ദേ വിൽ റെഡിലി സ്ക്വീസ് ഔട്ട് ഫ്രം ദ ബ്ലഡ് വെസൽസ് ഇൻ ടു ദി ടിഷ്യൂസ്. ആ ഇൻഫെക്ഷൻ ഉള്ള ടിഷ്യൂസിലേക്ക് ബ്ലഡ് വെസൽസിന്റെ ലീക്ക് കൂടെ നേരെ സ്ക്യൂസ് ഔട്ട് ചെയ്ത് കയറും. ആൻഡ് അവിടെ വന്നിട്ട് ആ ഇൻഫെക്ഷൻ ഉള്ള സ്ഥലത്ത് പിന്നീട് റാപ്പിഡ്ലി ഡിഫറൻഷിയേറ്റ് ചെയ്ത് മാക്രോഫേജസ് ആവും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഇൻഫ്ലമേറ്ററി മോണോസൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ സർക്കുലേറ്റിംഗ് മോണോസൈറ്റ്സ് വിച്ച് റാപ്പിഡ്ലി എൻ്റർ ഇൻ ടു ദ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ഗെറ്റ്സ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു മാക്രോഫേജസ്. ബാക്കി ഉള്ള സെൽസ് ഉണ്ടാവുമല്ലോ, അവര് ഈ പറയുന്ന പോലെ ഇനി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാക്രോഫേജസ് വേണമല്ലോ, കംപ്ലീറ്റ്ലി ഗെറ്റ് റിഡൻ ആവാൻ പറ്റില്ലല്ലോ. സോ ദിൽ റിസൈഡ് ഇൻ ദി ബ്ലഡ് ഇറ്റ് സെൽഫ് ആൻഡ് ആക്ട് ആസ് എ റിസർവർ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് another generation of this tissue resident macrophages or tissue resident phagocytic cells. നമുക്ക് ആവശ്യമുള്ള മാക്രോഫേജസും ഈ പറയുന്ന ഡെൻഡ്രൈറ്റിക് സെൽസ് ഇനി ആവശ്യമുണ്ടെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ ഒരു ആൾ വേണമല്ലോ. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസർവർ ആയിട്ട് ബാക്കിയുള്ള മോണോസൈറ്റ്സ് സെൽസിൽ തന്നെ ബ്ലഡിൽ തന്നെ സർക്കുലേറ്റ് ചെയ്യും വീണ്ടും. ആൻഡ് ദേ ആർ നോൺ ആസ് പെട്രോളിംഗ് മോണോസൈറ്റ്സ്. സോ ദേ ക്രോൾ സ്ലോലി അലോങ് ദ ബ്ലഡ് വെസൽസ് ആക്ട് ആസ് എ റിസർവ് ഫോർ ടിഷ്യൂ റെസിഡന്റ് മോണോസൈറ്റ്സ്. അപ്പോൾ ഇനിയൊരു വേറെ എവിടെയെങ്കിലും ഇൻഫെക്ഷൻ വന്നാലും പ്രൊവൈഡ് ചെയ്യാനുള്ളൊരു റിസർവർ ആയിട്ട് അവർ എക്സിസ്റ്റ് ചെയ്യും. സോ വൺസ് ഇറ്റ് ഗെറ്റ്സ് ഇൻ ടു ദി ടിഷ്യൂ, അപ്പോൾ ടിഷ്യൂവിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിഷ്യൂ റെസിഡന്റ് ഫാഗോസൈറ്റിക് സെൽസ് ആയിട്ട് ഈ പറയുന്ന മോണോസൈറ്റ് ട്രാൻസ്ഫോം ചെയ്യും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാഗോസൈറ്റിക് സെൽ എന്ന് പറയുന്നത് മാക്രോഫേജ് ആണ്. സോ മാക്രോഫേജ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അമീബോയിഡ് സെല്ലാണ്, അതായത് പ്രത്യേകിച്ച് സ്ട്രക്ചർ ഒന്നും ഉണ്ടാവില്ല. അമീബ പ്രേ ക്യാച്ച് ചെയ്യുന്ന പോലെ ഇവരും അതെ ഒരു പാത്തജനെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഒരു സൈറ്റോപ്ലാസ്മിക് എക്സ്റ്റൻഷൻസ് വെച്ച് കവർ ചെയ്ത് അതിനെ എൻഗൾഫ് ചെയ്യുക ചെയ്യുന്നത്. എൻഗൾഫ് ചെയ്ത് മാക്രോഫേജസിന്റെ ഉള്ളിലുള്ള എന്താ പറയുക പ്രോട്ടീൻസ് വെച്ചിട്ട് ഈ പറയുന്ന അവർ എൻഗൾഫ് ചെയ്ത പാത്തജനെ കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ചെയ്ത് ഡിസ്ട്രോയ് ചെയ്യും. ആൻഡ് ദാറ്റ്സ് എ മെയിൻ ഫംഗ്ഷൻ ഓഫ് മാക്രോഫേജസ്. സോ ദ മെയിൻ ഫംഗ്ഷൻ ഒന്ന് ഫാഗോസൈറ്റോസിസ് ഓഫ് ദി പാത്തജൻസ്. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആന്റിജൻ പ്രസന്റേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വൺസ് ദി മാക്രോഫേജ് ഇഞ്ചസ് പാത്തജൻ, ഒരു പാത്തജനെ എന്താ പറയുക എൻഗൾഫ് ചെയ്തെന്ന് വെച്ചു. സോ എൻഗൾഫ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പാത്തജന്റെ സെൽവോളോ അല്ലെങ്കിൽ സെൽവോൾ എന്തായാലും ഒരു പാത്തജന്റെ പുറത്ത് സെൽവോൾ ഉണ്ടാവും, സെൽവോളിൽ പ്രോട്ടീൻസ് ഉണ്ടാവും. അപ്പോൾ ഒന്നെങ്കിൽ ഈ പാത്തജന്റെ സെൽവോളിലുള്ള പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഈ പാത്തജൻ സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും പ്രോട്ടീൻസ് ഈ ഡൈജഷന്റെ സമയത്ത് ഇവർക്ക് കിട്ടും, ഡീഗ്രഡേഷൻ സമയത്ത് കിട്ടും. ഇനി ഈ പ്രോട്ടീൻസിനെ അപ്പാടെ കൊണ്ടുപോകാൻ ഇവർക്ക് പറ്റില്ല. സോ ദി വിൽ അഗെയിൻ ഡിവൈഡ് ദീസ് പ്രോട്ടീൻസ്. ഈ പറയുന്ന എന്താ പറയുക നമ്മുടെ പാത്തജന്റെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോട്ടീൻസിനെ എടുത്ത് അതിനെ ബ്രേക്ക് ചെയ്ത് ചെറിയ പെപ്റ്റൈഡ് മോളിക്യൂൾസ് പ്രൊഡ്യൂസ് ചെയ്യും, സ്മോൾ പെപ്റ്റൈഡ്സ്. സോ പാത്തജൻ സ്പെസിഫിക് ആയിട്ടുള്ള പെപ്റ്റൈഡ്സ് ഫോം ചെയ്യും. ഈ പെപ്റ്റൈഡ്സിനെ പിന്നീട് പതുക്കെ ഈ മാക്രോഫേജസ് റിലീസ് ചെയ്യും. ഫോർ ആന്റിജൻ പ്രസന്റേഷൻ. അപ്പോൾ ഒന്നെങ്കിൽ ഈ പറയുന്ന പെപ്റ്റൈഡ്സിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒന്നെങ്കിൽ അവർ അടുത്ത ബി സെൽ ഉണ്ടെങ്കിൽ ദേ വിൽ ഡയറക്ട്ലി പ്രസന്റ് ദി പെപ്റ്റൈഡ് ടു ദ ബി സെൽ ഓർ ടി സെൽ. അതർവൈസ് ദേ വിൽ they'll transport these peptides to another antigen presenting cell. വേറെ ഏതെങ്കിലും ഇതുപോലെ ബി സെൽസിലേക്ക് പോകുന്ന ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് ലൈക്ക് ഡെൻഡ്രൈറ്റിക് സെൽസ് പോലെ ഉണ്ടെങ്കിൽ അവിടേക്ക് അവരുടെ കൂടെ പറഞ്ഞേക്കും ഫോർ ആന്റിജൻ പ്രസന്റേഷൻ. സോ മാക്രോഫേജസ് വിൽ ആക്ട് ആസ് ആന്റിജൻ മീൻസ് എന്താ പറയുക ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് ആയിട്ട് ആക്റ്റീവ്. ഇനി ബാക്കിയുള്ള ആന്റിജൻ പ്രസന്റിംഗ് സെൽസ് കൂടാതെ ഈ ഒരു മാക്രോഫേജ് തന്നെ ഇവരെ ആന്റിജൻ പ്രസന്റിംഗ് സെല്ലായിട്ട് ആക്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഈ പെപ്റ്റൈഡ്സ് റിലീസ് ചെയ്യുന്ന പെപ്റ്റൈഡ്സ് പുറത്തു കൊടുക്കാതെ ചില പെപ്റ്റൈഡ്സ് സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ വെക്കും.
സെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ക്ലാസ് ഓഫ് MHC മോളിക്യൂൾസ് ഉണ്ടാവുമല്ലോ, ഈ MHC മോളിക്യൂൾസിന് കൊടുക്കും. ഈ MHC മോളിക്യൂള് നേരെ ഈ പെപ്റ്റൈഡ്സിനെയും കൊണ്ട് സെൽ സർഫസിലേക്ക് മൂവ് ചെയ്തിട്ട് സെൽ സർഫസിൽ ഒരു റിസപ്റ്ററായിട്ട് നിൽക്കും. ഇങ്ങനെയുള്ള MHC പ്രസൻറ്റഡ് സെൽസിനെ നമ്മുടെ T സെൽസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സോ അഡാപ്റ്റീവ് ഇമ്മ്യൂണിന് കണക്ഷൻ ആവും, അഡാപ്റ്റീവ് ഇമ്മ്യൂൺ സിസ്റ്റത്തിലേക്കുള്ള ഒരു കണക്ഷൻ സിഗ്നൽ പോകും. സോ ദി macrophages can also act as antigen presenting cells. So it can present antigen to T cells through MHC proteins. അതല്ല T സെൽസ് അടുത്തൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മാക്രോഫേജ് എന്ന് വെച്ചാൽ ഈ പെപ്റ്റൈഡ്സിനെ സ്ലോലി റിലീസ് ചെയ്യും ടു ഡെൻഡ്രൈറ്റിക് സെൽസ്. ഡെൻഡ്രൈറ്റിക് സെൽസ് പിന്നെ അവിടുന്ന് അവരെ അടുത്ത എവിടെയാണോ B സെൽസും T സെൽസും ഉള്ളത് അവിടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും. അബൌട്ട് വിച്ച് ഡിലേറ്റ്. പിന്നെ രണ്ടാമത്തെ മാക്രോഫേജിന്റെ ഫംഗ്ഷൻ ഈ ആന്റിജൻ പ്രസന്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഡീൽ ചെയ്യുന്ന വേറൊരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലമേറ്ററി സൈറ്റോകൈൻ പ്രൊഡക്ഷനാണ്. അതായത് ഈ പറയുന്ന ബാക്കിയുള്ള ഇന്നറ്റ് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ സെൽസിനെ എല്ലാം ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇവിടെ ഇവിടെ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽ മെസ്സേജസ് ആണ് സൈറ്റോകൈൻസ് എന്ന് പറയുന്നത്. സൈറ്റോകൈൻസിന് വേറെ പല ഫംഗ്ഷൻസ് ഉണ്ട്, അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ഇൻഫ്ലമേഷൻ്റെ സമയത്ത് ബാക്കിയുള്ള ഇമ്മ്യൂൺ സെൽസിനെ അങ്ങോട്ട് റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ ബാക്കിയുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് നടക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷനും കൊടുക്കാൻ വേണ്ടിയിട്ട് സൈറ്റോകൈൻസിനെ റിലീസ് ചെയ്യും. ദിസ് ഇസ് ഓൾസോ ഫംഗ്ഷൻ ഓഫ് മാക്രോഫേജസ്. നൗ മാക്രോഫേജസിന്റെ ഉള്ളിൽ എൻഗൾഫ് ചെയ്യുന്ന മെറ്റീരിയലെല്ലാം അവരുടെ ബോഡിയിൽ എൻസൈംസ് വന്നിട്ട് ഡൈജസ്റ്റ് ചെയ്യും, കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ദി എൻഗ്ലഫ് മെറ്റീരിയൽ. ഓക്കെ, നൗ ഈ മാക്രോഫേജസ് പല ടിഷ്യൂസിലുണ്ട്. ടിഷ്യൂ റെസിഡൻറ്റ് ഫാഗോസൈറ്റിക് സെൽസ് ആണല്ലോ. ചില ടിഷ്യൂസിൽ ഇവരുടെ സ്ട്രക്ചറും ഒരു മോർഫോളജി ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും ചില ടിഷ്യൂസിൽ. മാത്രമല്ല അങ്ങനെയുള്ള മാക്രോഫേജസിനെ ടിഷ്യൂ സ്പെസിഫിക് ആയിട്ടുള്ള നെയിംസും വിളിക്കാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ആദ്യം ബാരിയേഴ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു ലങ്സിൽ മാക്രോഫേജസ് ഉണ്ടാവും, നോൺ ആസ് അൽവിയോള മാക്രോഫേജസ്. ഈ അൽവിയോള മാക്രോഫേജസ് ഒരു ടിഷ്യൂ സ്പെസിഫിക് മാക്രോഫേജ് ആണ്. അതായത് ലങ്സിന്റെ പോർഷനിൽ കാണുന്ന മാക്രോഫേജസിനെ നമ്മൾ അൽവിയോള മാക്രോഫേജസ് എന്ന് വിളിക്കുക. അതുപോലെ തന്നെ നമ്മൾ നെർവസ് സിസ്റ്റത്തിൽ കാണുന്ന മാക്രോഫേജസിനെ നമ്മൾ ഗ്ലയൽ സെൽസ് എന്ന് വിളിക്കുന്നുണ്ട്. അതുപോലെ ബോണിൽ കാണുന്നതിനെ നമ്മൾ ഓസ്റ്റിയോക്ലാസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. സോ ടിഷ്യൂല് ചില ടിഷ്യൂസിലുള്ള മാക്രോഫേജസ് നമ്മൾ ടിഷ്യൂ സ്പെസിഫിക് ആയിട്ടുള്ള നെയിംസ് വെച്ച് പറയാറുണ്ട്. എനിവേസ് ദ ഫംഗ്ഷൻ ഇസ് സെയിം. അവരുടെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഫാഗോസൈറ്റോസിസ് ഓഫ് ദി പാത്തജൻസ്, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ആന്റിജൻ പ്രസന്റേഷൻ ടു ദി T സെൽസ്, മൂന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദെൻ അഗെയിൻ കെമിക്കൽ പ്രൊഡക്ഷൻ, സൈറ്റോകൈൻസും ബാക്കിയുള്ള കെമിക്കൽ സിഗ്നൽസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യും. Now the second type of tissue specific tissue resident phagocytic cell എന്ന് പറഞ്ഞാൽ dendritic cells ആണ്. നേരത്തെ പറഞ്ഞ മാക്രോഫേജ് എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ബോഡിയിൽ ഓൾമോസ്റ്റ് എല്ലാ ടിഷ്യൂസിലും മാക്രോഫേജസ് ഉണ്ടാവും. മോണോസൈറ്റ്സ് ഞാൻ പറഞ്ഞു സർക്കുലേഷനിൽ ബ്ലഡ് സർക്കുലേഷൻ ഇട്ട് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ സർക്കുലേറ്റ് ചെയ്ത് പിന്നീട് അവർ മാക്രോഫേജസ് ആവും എന്ന് പറഞ്ഞല്ലോ. മാക്രോഫേജസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്നൊന്നും ഡെഡ് ആവില്ല, ദേ വിൽ സർവൈവ് ഫോർ എ ലോങ്ങർ പീരീഡ്. അപ്പോൾ മാക്രോഫേജ് എന്ന് വെച്ചാൽ നമ്മുടെ ടിഷ്യൂസിൽ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യും, ടിഷ്യൂസിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഏതെങ്കിലും പാത്തജൻ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ സർവേ ചെയ്തുകൊണ്ടിരിക്കും. അതായത് നമ്മുടെ മോഡേൺ ഓട്ടോമാറ്റിക് വാക്യൂം മെഷീൻസ് ഇല്ലേ, അതായത് ഒരു റൗണ്ട് ടൈപ്പ്, അവർ എവിടെയെങ്കിലും ഡേർട്ട് കണ്ടുവന്നാൽ വരും, പിക്ക് ചെയ്യും, അതിന് ക്ലീൻ ചെയ്യും, പൂന്ന് പറയില്ലേ, അതേ ഒരു ഫംഗ്ഷനാണ് മാക്രോഫേജസ് നമ്മുടെ ടിഷ്യൂസിൽ ചെയ്യുക. അതായത് മാക്രോഫേജസ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ആ ടിഷ്യൂസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. എവിടെയെങ്കിലുമൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വേസ്റ്റ്, അത് ഈവൻ സെൽ ഡെബ്രിസ് ആയ പോലെ നമ്മുടെ ഏതെങ്കിലും ഒരു ഡാമേജ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റ് സെല്ലാവാം, അല്ലെങ്കിൽ ഒരു ഇൻഫെക്റ്റഡ് ഹോസ്റ്റ് സെല്ലാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സെല്ലിന് പുറത്ത് കളയുന്ന വേസ്റ്റ് ആയിരിക്കാം, അതും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും പാത്തോജൻസ് ആയിരിക്കാം. അപ്പോൾ ഏത് തരത്തിലുള്ള വേസ്റ്റ് ആയാലും ഇവരിങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്കാവഞ്ചർ പോലെ, ഒരു വാക്യൂം മെഷീൻ പോലെ, ഓട്ടോമാറ്റിക് ക്ലീനിങ് വാക്യൂം മെഷീൻ പോലെ ഇവരിങ്ങനെ ടിഷ്യൂസിൽ എന്താ പറയുക സ്കാൻ ചെയ്തുകൊണ്ട് സർവേ ചെയ്തുകൊണ്ടിരിക്കും മാക്രോഫേജസ് എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ടിഷ്യൂസിലും മാക്രോഫേജസ് നമുക്ക് കാണാൻ പറ്റും. അതേസമയം ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് പറഞ്ഞ സെൽസ് എല്ലാ സെൽസും ഉണ്ടാവില്ല, പക്ഷെ ഈ നമ്മുടെ ബോഡിയിൽ മൈക്രോബ്സ് കയറാൻ സാധ്യതയുള്ള ഫസ്റ്റ് ലൈൻ ഓഫ് എൻട്രൻസ്, മൈക്രോബ്സ് കയറാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ള
ലൊക്കേഷൻസ് ഉണ്ടാവുമല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്കിന്ന്, പിന്നെ നമ്മുടെ നേസൽ ക്യാവിറ്റി, പിന്നെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ട്രാക്ട്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ നമ്മുടെ മൈക്രോബ്സ് കയറാൻ സാധ്യതയുള്ള ആ ഒരു ഏരിയാസിൽ എപ്പിത്തീലിയൽ സെൽസിൻ്റെ അണ്ടറിലായിരിക്കും കൂടുതൽ ഡെൻഡ്രൈറ്റിക് സെൽസ് ഓക്കുപ്പൈ ചെയ്യുക. സോ ദി ഡെൻഡ്രൈറ്റിക് സെൽസ് ദി ക്യാൻ ബി ഫൗണ്ട് ഇൻ parts which have potential portals of microbial entry like skin, lungs and gastrointestinal tract. ഈ ഒരു സെൽസിൻ്റെ ഒക്കെ എപ്പിത്തീലിയൽ സെൽസിൻ്റെ അടിയിലായിരിക്കും ഡെൻഡ്രൈറ്റിക് സെൽസ് ഏറ്റവും കൂടുതൽ കാണുക. സോ they found throughout the body but predominantly found in these parts. Now അവരുടെ പേര് ഡെൻഡ്രൈറ്റിക് സെൽസ്, നമ്മുടെ നെർവ്സിൻ്റെ ഡെൻഡ്രൈറ്റ്സ് പോലെ ഇവർക്കും സൈറ്റോപ്ലാസ്മ എന്ന് ഭയങ്കര അധികം പ്രൊജക്ഷൻസ് കാണാൻ പറ്റും, സൈറ്റോപ്ലാസ്മിക് പ്രൊജക്ഷൻസ് കാണാൻ പറ്റും. ഈ ഒരു സൈറ്റോപ്ലാസ്മിക് പ്രൊജക്ഷൻസ് ഉള്ളതുകൊണ്ട് ഡെൻഡ്രൈറ്റിക് സെൽസ് പോലെയുള്ള സൈറ്റോപ്ലാസ്മിക് പ്രൊജക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് ഇവരെ ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് വാസ് ഡിസ്കവർഡ് ബൈ റാഫ് സ്റ്റീമൻ ഹു റിസീവ്ഡ് നോബൽ പ്രൈസ് ഇൻ 2011 ഫോർ ദി ഡിസ്കവറി ഓഫ് ദിസ് ഡെൻഡ്രൈറ്റിക് സെൽസ്. നൗ ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ പോലെ എല്ലാ സെൽസിലും ഡെൻഡ്രൈറ്റിക് സെൽസ് ഉണ്ടാവുന്നു. ഇനി ഇപ്പം ടിഷ്യൂ റെസിഡന്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ലൊക്കേഷൻസിൽ റിസൈഡ് ചെയ്യുന്ന ഡെൻഡ്രൈറ്റിക് സെൽസ് എപ്പോഴും ഇമേജ് ഫോമിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. സോ അവർ ഈ പറയുന്ന പോലെ എപ്പോഴും സർവേയിങ് ആയിരിക്കും, പാത്തജൻ ഉണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന സെൽ ഡിബ്രീസ് ഉണ്ടോ എന്നൊക്കെ കൺസ്റ്റന്റ് ആയിട്ട് സർവേ ചെയ്തുകൊണ്ടിരിക്കും ആ ഒരു എൻവയോൺമെന്റ്. അങ്ങനെ സർവേ ചെയ്യുന്ന ഡെൻഡ്രൈറ്റിക് സെൽസ് അതിന്റെ ഇമേജ് ഫോം ആയിരിക്കും. ബട്ട് വൺസ് ദി ഡെൻഡ്രൈറ്റിക് സെൽസ് ഗെറ്റ്സ് എൻകൗണ്ടേർഡ് വിത്ത് എ പാത്തജൻ, എപ്പോഴെങ്കിലും ഒരു പാത്തജനായിട്ട് എൻകൗണ്ടർ ചെയ്യുമ്പോൾ ദിസ് ഡെൻഡ്രൈറ്റിക് സെൽ വിൽ ഗെറ്റ് ട്രാൻസ്ഫോംഡ് ഇൻ ടു ഇറ്റ്സ് മെച്യൂർ ഫോം. So immature forms will always survey the cells for pathogens or foreign antigens. എപ്പോഴാണോ ആ ഒരു ഡെൻഡ്രൈറ്റിക് സെൽസ് ഒരു പാത്തജനായിട്ട് എൻകൗണ്ടർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആൻറ്റിജനായിട്ട് എൻകൗണ്ടർ ചെയ്യുന്നത്, ദേ വിൽ ഗെറ്റ് മെച്യൂർ ചെയ്യുന്ന വെച്ചാൽ ദേ വിൽ അവർ ആ പാത്തജനെ കാണുമ്പോൾ തന്നെ അവരെ എൻഗൾഫ് ചെയ്യും. ദേ വിൽ ട്രാൻസ്ഫോം ഇൻ ടു മെച്യൂർ ഡെൻഡ്രൈറ്റിക് സെൽസ്. പിന്നെ ഈ എൻഗൾഫ് ചെയ്ത പാത്തജനെ നേരത്തെ മാക്രോഫേജ് ചെയ്യുന്ന പോലെ തന്നെ ഫാഗോസൈറ്റോസിൻ, ദേ വിൽ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ദി പാത്തജൻ. പിന്നെ ഈ പറഞ്ഞ പോലെ മാക്രോ ഫേസ് ചെയ്യുന്ന പോലെ ഇവർ MHC വഴി പ്രസന്റ് ചെയ്യല്ല ചെയ്യുക, പകരം ഈ ഡെൻഡ്രൈറ്റിക് സെൽസ് എന്ത് വെച്ചാൽ ആ ഒരു സെല്ലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ടിഷ്യൂ സൈറ്റിലല്ല പ്രസന്റ് ചെയ്യുക, നേരെ ഈ പാത്തജൻ സ്പെസിഫിക് പ്രോട്ടീൻസ് എല്ലാം ഡൈജസ്റ്റ് ചെയ്ത് ഡെൻഡ്രൈറ്റിക് സെൽസിൽ പാത്തജൻ എടുത്ത് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് പെപ്റ്റൈഡ്സ് ആയിട്ട് സെല്ലിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും, പെപ്റ്റൈഡ്സ് ആയിട്ട് വെക്കും. ദെൻ ഈ ഒരു പെപ്റ്റൈഡ്സിനെയും കൊണ്ട് ഇവർ നേരെ എന്താണെന്ന് വെച്ചാൽ ഈ മെച്യൂർ നമ്മളിപ്പോൾ ടിഷ്യൂ സൈറ്റ് ഉണ്ടാവുമല്ലോ, ടിഷ്യൂ സൈറ്റിൽ നിന്ന് നേരെ ബ്ലഡ് വെസൽ അല്ല, എന്താ പറയുക, നേരെ ലിംഫാറ്റിക് വെസലിലേക്ക് എൻ്റർ ചെയ്യും. അപ്പോൾ വാട്ട് ഈസ് ലിംഫ് എന്ന് പറയുന്നത് ആക്ച്വലി അപ്പോൾ നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സ് ഫ്ലോ ചെയ്യുന്ന ബ്ലഡ് കൂടെയാണല്ലോ. ഇനി ഈ ബ്ലഡ് ലീക്ക് പ്രൂഫ് ഒന്നുമല്ല. അപ്പോൾ മിക്കപ്പോഴും ഈ ബ്ലഡ് വെസലിൻ്റെ അടിയിൽ കൂടെ ചെറുതായിട്ട് നമ്മുടെ പൊട്ടിയ പൈപ്പിൽ നിന്ന് ലീക്കുന്ന വെള്ളം വരുന്ന പോലെ ഈ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിൽ നിന്ന് ഇടയ്ക്ക് ഫ്ലൂയിഡ്സ് ലീക്ക് ഔട്ട് ചെയ്ത് സെൽസിൻ്റെയും ടിഷ്യൂസിലേക്കൊക്കെ ഇങ്ങനെ വീഴുന്നുണ്ട്. ഇങ്ങനെ ലീക്ക് ഔട്ട് ചെയ്ത് വരുന്ന ഫ്ലൂയിഡും അതുപോലെ ടിഷ്യൂസിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലൂയിഡും എല്ലാം കൂടെ എന്ത് വെച്ചാൽ ഇപ്പോൾ ബ്ലഡ് വെസൽ ഇങ്ങനെ പോകുന്നുണ്ടെന്ന് വെച്ചോ, ഇവിടുന്ന് ഇങ്ങനെ ലീക്ക് ഔട്ട് ചെയ്ത് വരുന്നതെല്ലാം ഈ ബ്ലഡ് വെസലിന് പാരലായിട്ട് വേറൊരു ടിഷ്യൂവിൻ്റെ ഉള്ളിൽ കൂടെ, അതായത് ബ്ലഡ് വെസൽ ഒരു പ്രത്യേക ഡക്റ്റ് കൂടെ ഒരു ബ്ലഡ് വെസൽ എന്ന് പറഞ്ഞാൽ ഡക്റ്റ് കൂടെ ഫ്ലോ ചെയ്യുന്നതായിരിക്കും. ഇത് ഡക്ട്ലെസ് ആയിട്ട് എന്താ പറയുക, ടിഷ്യൂവിൻ്റെ ഉള്ളിലുള്ള സ്പേസ് കൂടെയൊക്കെ ഫ്ലോ ചെയ്തിട്ട് വേറൊരു വാസ്കുലർ സിസ്റ്റം ഫോം ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് നമ്മൾ ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടിഷ്യൂസിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഇരിക്കുന്നതാണല്ലോ. അപ്പോൾ സപ്പോസ് ദിസ് ഇസ് ദി ഇൻഫെക്റ്റഡ് സെൽ, ഒരു ഇൻഫെക്റ്റഡ് സെൽ ഉണ്ടെന്ന് വെച്ചോ, ഇവിടുന്ന് നമ്മുടെ ഡെൻഡ്രൈറ്റിക് സെല്ല് അത്യാവശ്യം പെപ്റ്റൈഡ്സ് ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ നേരെ ബ്ലഡ് വെസൽസിലേക്ക് പോവില്ല, പകരം ദിൽ എൻ്റർ ഇൻ ടു ദ ലിംഫാറ്റിക് വെസൽ. ഈ ലിംഫാറ്റിക് വെസൽസിൽ എൻ്റർ ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് എവിടെയാണോ അടുത്ത ലിംഫാറ്റിക് നോഡ് ഉള്ളത്, ലിംഫാറ്റിക് നോഡ് എന്ന് പറഞ്ഞാൽ പല ലിംഫ് വെസൽസ് നമ്മൾ റോഡ് പോലെ തന്നെ പല ലിംഫ് വെസൽസ് വന്ന് ഒരു ലിംഫ് നോഡിലേക്ക് ജോയിൻ ചെയ്തിട്ട് പിന്നെ അവിടുന്ന് വീണ്ടും പോകുന്നുണ്ട്. സോ ദീസ് ആർ ജംഗ്ഷൻസ്, ലിംഫ് വെസൽസ് എല്ലാം കൂടെ ജോയിൻ ചെയ്യുന്ന ജംഗ്ഷൻസ് ആണ് ലിംഫ് നോഡ്സ് എന്ന് പറയുന്നത്. ഈ ഡെൻഡ്രൈറ്റിക് സെൽസ് ഇവരെയും കൊണ്ട് നേരെ ലിംഫ് നോഡിലേക്ക് പോകും. ലിംഫ് നോഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലിംഫ് നോഡ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റത്തിൽ കുറേ സെൽസും ഉണ്ട്, ടിഷ്യൂസും ഉണ്ട്, ഓർഗൻസും ഉണ്ടെന്ന് പറഞ്ഞല്ലേ.
ഇപ്പൊ അതുപോലെ ഒരു ലിംഫോയിഡ് ഓർഗനാണ് ഈ ലിംഫ് നോഡ് എന്ന് പറയുന്നത്. ലിംഫ് നോഡിന്റെ ഉള്ളിൽ നമുക്ക് മെച്യൂർ ആയിട്ടുള്ള ബി സെൽസും ടി സെൽസും കാണാൻ പറ്റും. അതായത് ബി സെല്ല് മെച്യൂർ ആവുന്നവരെ ഹെമറ്റോപോയിസിസും മെച്യൂറേഷനും ഒക്കെ ബി സെല്ലിന് നടക്കുന്നത് ബോൺ മാരോയിലും, ടി സെല്ലിന് നടക്കുന്നത് നമ്മുടെ തൈമസിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. മെച്യൂറേഷൻ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ബി സെൽസിനെയും ടി സെൽസിനെയും അവരവിടെ വെച്ചേക്കില്ല. ദിൽ റിലീസ് them into the blood. ബ്ലഡിൽ കുറച്ച് കാലം റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബി സെൽസും ടി സെൽസും ഒക്കെ ഈ പറയുന്ന ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ട് പല ഭാഗത്തായിട്ട്, നമ്മളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഈ ലിംഫോയിഡ് ഓർഗൻസിൽ കയറിയിട്ട് അവിടെ സ്റ്റേ ചെയ്യും. അപ്പോൾ മെച്യൂർ ഫോംസ് ഓഫ് ബിയും ടി സെൽസും ഒക്കെ ഇതുപോലെയുള്ള ലിംഫോയിഡ് ഓർഗൻസിലാണ് കൂടുതലും കാണുക. ലിംഫ് നോഡ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ലിംഫോയിഡ് ഓർഗൻ ആണ്. സോ ഈ ഡെൻഡ്രൈറ്റിക് സെൽ, നമ്മുടെ സൈറ്റിൽ നിന്നുള്ള ഡെൻഡ്രൈറ്റിക് സെൽ പിന്നീട് വേഗം ലിംഫ് നോഡിലേക്ക് എൻ്റർ ചെയ്ത് ഇവിടെയുള്ള ബി സെല്ലും ടി സെൽസിക്കും ഈ പറയുന്ന പെപ്റ്റൈഡ്സിനെ കൊണ്ടുപോകും. അവിടെ വെച്ചിട്ട് ഞാൻ നേരത്തെ മാക്രോഫേജ് പറഞ്ഞ പോലെ തന്നെ ഡെൻഡ്രൈറ്റിക് സെൽസ് പെപ്റ്റൈഡ്സിനെ എടുക്കുന്നു. അവരെ നമ്മുടെ MHC മോളിക്യൂളായിട്ട് പ്രസന്റ് ചെയ്തിട്ട് MHC മോളിക്യൂള് സർഫസിലേക്ക് വരുന്നു, ആൻറ്റിജനെ കൊടുക്കുന്നു, അതിനെ ടി സെല്ല് റെക്കഗ്നൈസ് ചെയ്യുന്നു.